പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ದೇವರಾದ ಪರಿಶುದ್ಧ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ಸೇರಿ ಬಂದಿರೋ ಎಲ್ಲರಿಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ನಿಮಗೆ ಪ್ರೀತಿಯ ವಂದನೆಗಳು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവാദാന്ത്യത്തിലായിരിക്കാം. ತುಂಬ ಪ್ರಾರ್ಥನೆಯಿಂದ ನಮಗೆ ದೇವರ ಸಂಧಾನದಲ್ಲಾಗಿರೋಣ. ആമേൻ. സ്തോത്രം. നമ്മുടെ ദൈവമക്കൾ അനേകരെ കാണുന്നില്ല. ನಮ್ಮ ಅನೇಕ ದೇವರ ಮಕ್ಕಳನ್ನು ಕಾಣಿಸ್ತಾ ಇಲ್ಲ. ഈ മൈക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തേ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു ആരാധന ദിവസം ദൈവം നമുക്ക് തന്നു. ತುಂಬ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ಒಂದು ಆರಾಧನಾ ದಿನವು ದೇವರು ನಮಗೆ ಕೊಟ್ಟರು. ആമേൻ. ആമേൻ. ഇംഗ്ലീഷ് ആരാധനയും വളരെ നന്നായിട്ട് കുഞ്ഞുങ്ങളിപ്പം അവർ യൂത്ത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ಇಂಗ್ಲಿಷ್ ಆರಾಧನೆ ಕೂಡ ಯೂತ್ ಇವಾಗ ತುಂಬ ಚೆನ್ನಾಗಿ ನಡೆಸ್ತಿದ್ದಾರೆ. ആരെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ആരാധനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ആമേൻ സമയമൊക്കെ പറഞ്ഞ് അവരെ അയക്കണം. 7 മണി തൊട്ട് 8 മണി വരെയാണ്. ಯಾರಾದರೂ ಇಂಗ್ಲಿಷ್ ಆರಾಧನೆ ಬಗ್ಗೆ ಕೇಳಿದ್ರೆ ನೀವು ಇವಾಗ ಟೈಮೆಲ್ಲ ಹೇಳಿ ಅವ್ರನ್ನ ಕಳಿಸ್ಬೇಕಾಗಿದೆ. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ആമേൻ ജംഗൽപാളയത്ത് ಮಂಡೇ 6:30 മുതൽ 8 മണി വരെയാണ് ആരാധന നടക്കുന്നത്. 6:30ಯಿಂದ 8:30ವರೆಗೂ ಆಗಿದೆ ಆರಾಧನೆ ನಡೀತಾ ಇರೋದು. സ്തോത്രം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ನೀವು ಅದಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. പുതിയ ആത്മാക്കൾ അവിടെ കടന്നു വരണം. ಹೊಸ ಆತ್ಮಗಳು ಅಲ್ಲಿಗೆ ಬರಬೇಕು. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. കർത്താവ് നമ്മളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನೆಲ್ಲರನ್ನು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ഒരു ആമേൻ പ്രത്യേകമായ വിഷയം നമ്മൾ പലപ്പോഴും അതിനെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. എങ്കിലും അത് കുറച്ച് പ്രത്യേകതയുള്ളതാണ്. ആ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ಇವತ್ತೊಂದು ಪ್ರತ್ಯೇಕವಾಗಿರುವ ಒಂದು ವಿಷಯವನ್ನು ಕುರಿತು ನಮಗೆ ಮಾತನಾಡಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತಿದ್ದೀನಿ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസാന്നിധ്യമായിരിക്കാം. ತುಂಬ ಪ್ರಾರ್ಥನೆಯಿಂದ ನಮಗೆ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಾಗಿರೋಣ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. ಎಫೆಸಿಯ ಲೇಖನ 1ನೇ ಅಧ್ಯಾಯದಿಂದ ಕೆಲವು ವಿಷಯಗಳಾಗಿದೆ ನಾವು ಇವಾಗ ಚಿಂತೆ ಮಾಡೋದು. സ്തോത്രം. നമ്മുടെ 21 days ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ വരുന്നുണ്ട്. ನಮ್ಮ 21 days ಫಾಸ್ಟಿಂಗ್ ಪ್ರೇಯರ್ ಬರ್ತಿದೆ. ഞാൻ എൻ്റെ ഒരു ടീച്ചറിനെ വിളിച്ചിട്ട് സമാഗമന കൂടാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. ನಾನು ನನ್ನ ಟೀಚರ್ಗೆ ಫೋನ್ ಮಾಡಿ ಸಮಾಗಮನ ಕೂಡಾರದ ಕುರಿತಾಗಿ ಕ್ಲಾಸ್ ತಗೊಬೇಕು ಅಂತ ನಾನು ಹೇಳಿದೆ. കന്നഡത്തിൽ ദേവദർശന കൂടാരം എന്ന് പറയും. നിങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറയുന്ന മലയാളം അതേപടി പറഞ്ഞവർക്ക് എന്താ മനസ്സിലാവുന്നത്? സ്തോത്രം. ദേവദർശന കൂടാരം. പ്രൈസ് ദി ലോർഡ്. ടാബർനാക്കൾ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം അദ്ദേഹം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ അത് പഠിപ്പിക്കാനായിട്ട് വരും. ಅನ್ನಕ್ಕೆ ನಮ್ಮ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಅದನ್ನು ಕಲಿಸೋಕ್ಕೋಸ್ಕರ ಅವರು ಬರ್ತಾರೆ. സ്തോത്രം. ഞാൻ ഇതിനിടയ്ക്ക് ഓർപ്പിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപവാസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ പ്രാർത്ഥിച്ചൊരുങ്ങാൻ നിങ്ങൾക്ക് ഉപവാസം ഇരിക്കാൻ പറ്റും. ಉಪವಾಸ ಕೂತ್ಕೊಳಕ್ಕೆ ಇಚ್ಛೆ ಪಡೋರು ಇವಾಗಲೇ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡಿದ್ರೆ ನಿಮ್ಗೆ ಅವಾಗ ಉಪವಾಸ ತಗೊಳಕ್ಕಾಗುತ್ತೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എഫേസ്യ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭയങ്കര ഒരു പരിശുദ്ധാത്മ നിറവിനാൽ നിറയപ്പെട്ട ഒരു ലേഖനമാണ്. ಪವಿತ್ರಾತ್ಮನ ತುಂಬುವಿಕೆಯಿಂದ ತುಂಬಲ್ಪಟ್ಟಿರುವ ಒಂದು ಲೇಖನವಾಗಿದೆ ಎಫೆಸಿಯ ಲೇಖನ. ഓരോ അധ്യായങ്ങളും നമുക്ക് അത്ഭുതകരമായിട്ട് ഉള്ള അനുഭവങ്ങളാണ് എഫേസ്യ ലേഖനം പറഞ്ഞു തരുന്നത്. ಒಂದೊಂದು ಅಧ್ಯಾಯವು ತುಂಬಾ ಅದ್ಭುತಕರವಾಗಿರೋ ವಿಷಯಗಳಾಗಿದೆ ಎಫೆಸಿಯ ಲೇಖನ ನಮಗೆ ಹೇಳಿಕೊಡ್ತಾ ಇರೋದು. അതിലെ ആമേൻ 1:3 നമ്മൾ വായിച്ചത്. വാക്യം വായിച്ചോ? വായിച്ചേ. 1:3 വായിച്ചേ. 1ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. സ്തോത്രം. പ്രൈസ്. ഇനി ഒരു ഭാഷ വായിച്ചാട്ടെ. 1:3 വായിച്ചേ. തമിഴിലൊന്ന് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് വായിച്ചേ കുഞ്ഞുങ്ങളെ.
ഓക്കെ. ഈ നമ്മുടെ ആ കുറിവാക്യം എല്ലാ ഭാഷയിലും വായിപ്പിക്കുകയാണ്. ആ വചനത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള മെസ്സേജുകൾ പോകുന്നത്. ಆ ವಾಕ್ಯ ನಾನು ಎಲ್ಲ ಭಾಷೆದಲ್ಲೂ ಓದಿಸ್ತಾ ಇದ್ದೀನಿ. ಆ ವಾಕ್ಯ ಇಟ್ಕೊಂಡಾಗಿದೆ ನಮ್ಮ ಮುಂದೆ ಮೆಸೇಜ್ಗಳು ಹೋಗೋದು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. വായിക്കാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഷ വായിച്ചാൽ മതിയാവും, ബാക്കിയുള്ളത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. സമയങ്ങൾ നമുക്ക് സേവിക്കാൻ പറ്റും. ಓದಕ್ಕೆ ಹೇಳುವಾಗ ಯಾವ್ದಾದ್ರು ಒಂದೇ ಭಾಷೆದಲ್ಲಿ ಓದ್ರೆ ಸಾಕು, ವಾಕ್ಯಗಳು ಇಲ್ಲಿ ಡಿಸ್ಪ್ಲೇ ಆಗ್ತಿರುತ್ತೆ. എഫേസ്യ ലേഖനം നമ്മൾ ആമേൻ ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞാൻ ഓരോ വിഷയങ്ങൾ എടുക്കാൻ കാരണം, ಈ ದಿನಗಳಲ್ಲಿ ನಾನು ಒಂದೊಂದು ವಿಷಯ ಎತ್ತೋಕೆ ಕಾರಣ, ഈ നിങ്ങൾ വചനം പഠിക്കാൻ വേണ്ടി കൂടിയാണ്. ನೀವು ವಾಕ್ಯ ಕಲಿಯೋಕ್ಕೋಸ್ಕರ ಕೂಡವಾಗಿದೆ. വചനത്തില് അടിസ്ഥാനപ്പെട്ട് സഭ നിൽക്കാൻ വേണ്ടിയാണ്. ವಾಕ್ಯದಲ್ಲಿ ಅಡಿಸ್ಥಾನವಾಗಿ ಸಭೆ ನಿಲ್ಲೋಕ್ಕೋಸ್ಕರ ಕೂಡವಾಗಿದೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ആമേൻ. ഞാൻ ആ വിഷയത്തേക്ക് പോയാൽ നമ്മുടെ സമയങ്ങൾ ശരിയാകത്തില്ല. ഇവിടെ ഇങ്ങനെ എഴുതിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഒരു സ്തോത്രം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ വാക്യം ആരംഭിക്കുന്നത്. ಒಂದು ಸ್ತೋತ್ರ ಅಥವಾ ಒಂದು ಪ್ರಾರ್ಥನೆಯ ಮೂಲಕವಾಗಿದೆ ಆ ವಾಕ್ಯವು ಶುರುವಾಗ್ತಿರೋದು. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി അതിനകത്ത് ഒരു പദമുണ്ട്. ನಾವು ಗಮನಿಸೋಕ್ಕೋಸ್ಕರ ಅದರೊಳಗಡೆ ಒಂದು ಪದವಿದೆ. സ്വർഗത്തിലെ സകല ആത്മീകമായ അനുഗ്രഹങ്ങളും, ಪರಲೋಕದ ಎಲ್ಲ ಆತ್ಮಿಕವಾಗಿರುವ ಆಶೀರ್ವಾದಗಳು. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തില് മനുഷ്യർക്കായിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സഭയ്ക്കായിട്ട് വെച്ചിട്ടുള്ള എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും, ಸ್ವರ್ಗದಲ್ಲಿ ಸಭೆಗೆ ಇಟ್ಟಿರುವ ಎಲ್ಲ ಆತ್ಮಿಕ ಆಶೀರ್ವಾದಗಳು. ആമേൻ. അതുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊരു പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ಮೂಲಕ ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿದ್ದಾರೆ ಅನ್ನೋ ಒಂದು ಪದ ಅಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഇത് ഒരു നടന്ന ഒരു കാര്യമാണ്. നടന്ന ഒരു കാര്യമാണ്. അവിടെ ശ്രദ്ധിച്ചാട്ടെ, ഇത് നടന്നിರುವ ಒಂದು ವಿಷಯವಾಗಿದೆ. ഇവിടുന്ന് കേൾക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ പറയുന്നതെല്ലാം ഇതാകത്തില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ശ്രദ്ധിച്ചിട്ട് പറയണം. ഓക്കെ. ആമേൻ. അവിടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും, ಅಲ್ಲಿ ಪರಲೋಕದ ಎಲ್ಲ ಆತ್ಮಿಕ ಆಶೀರ್ವಾದಗಳಿಂದ, ശ്രദ്ധിക്കണം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും സഭയ്ക്ക് തന്നു എന്നാണ് അവിടെ ഇരിക്കുന്നത്. ಪರಲೋಕದ ಎಲ್ಲ ಆತ್ಮಿಕ ಆಶೀರ್ವಾದಗಳನ್ನು ಸಭೆಗೆ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ ಆಗಿದೆ ಅಲ್ಲಿ ಬರೆದಿರೋದು. അങ്ങനെയാണ്. പിന്നെ എവിടെയാണിത്? അല്ലാതെ ಅದು ಎಲ್ಲಾಗಿದೆ ಇದು? സ്തോത്രം. എന്തെല്ലാം ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാം. ಏನೆಲ್ಲ ಆತ್ಮಿಕ ಆಶೀರ್ವಾದಗಳ ಕುರಿತು ನಮಗೆ ಗೊತ್ತಿದೆ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു. ನಾನು ಓದಿನ ಒಂದು ಬೈಬಲ್ ಕ್ಲಾಸ್ ಅಲ್ಲಿ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿದೆ. പഴയ നിയമ പുസ്തകങ്ങളിൽ, ಹಳೆಯ ನಿಯಮ ಪುಸ್ತಕಗಳಲ್ಲಿ യഹൂദന്മാർക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ, ಯಹೂದರಿಗೆ ನ್ಯಾಯ ಪ್ರಮಾಣವನ್ನು ಕೊಡುವಾಗ ദൈവം അനവധിയായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ದೇವ ನಾನಾ ರೀತಿಯಲ್ಲಿರುವ ಆಶೀರ್ವಾದಗಳ ಕುರಿತು ಅಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ. അവിടെ ಅಲ್ಲಿ ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം, ಹೀಬ್ರುಲಿ ಕೊಟ್ಟಿರುವ ಒಂದು ಪದವು, ആമേൻ, ബ്രാഖ എന്നൊരു പദമാണ്. ರಾಖ ಎನ್ನುವ ಒಂದು ಪದವಾಗಿದೆ. ಅದನ್ನು ഈ ദൈവം ഈ ലോകപ്രകാരം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ് എന്ന് പറയാം. ದೇವರು ಲೋಕ ಪ್ರಕಾರ ಒಂದು ಮನುಷ್ಯನನ್ನು ಆಶೀರ್ವದಿಸೋದಾಗಿದೆ ಅಲ್ಲಿ ಹೇಳಿರೋದು. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ಅಬ್ರಹಾಮನ್ನು ದೇವರು ಆಶೀರ್ವಾದವನ್ನು ಮಾಡಿದ್ರು. വലിയ ധനവാനായി മാറി. ದೊಡ್ಡ ಧನವಂತನಾಗಿ ಬದಲಾದ. അനവധി വെള്ളിയും പൊന്നും ഉണ്ടായിരുന്നു. ಅನೇಕ ಚಿನ್ನ ಬೆಳ್ಳಿ ಕೂಡ ಇತ್ತು. ആടും മാടും ഉണ്ടായിരുന്നു. ಕುರಿ ಎಲ್ಲ ವಸ್ತುಗಳು ಇತ್ತು. ഒത്തിരി ആമേൻ എന്നാ വലിയ പേരിന്റെ ഉടമയായിരുന്നു. ತುಂಬಾ ದೊಡ್ಡ ಹೆಸರಿನ ಯಜಮಾನ ಕೂಡ ಆದ. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. ಯಾಕೋಬನ್ನು ಕೂಡ ದೇವರು ಆಶೀರ್ವದಿಸಿದ್ರು. വലിയൊരു കൂട്ടമായി പെരുകി വർദ്ധിച്ചു. ದೊಡ್ಡ ಒಂದು ಗುಂಪಾಗಿ ಅವರು ಹರಡಿದ್ರು. ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചു. ಇಯ್ಯೋಬನ್ನು ಕೂಡ ದೇವರು ಆಶೀರ್ವಾದ ಮಾಡಿದ್ರು. ആമേൻ. ആമേൻ. ആ ദേശങ്ങളിൽ ഒന്നും ഇയ്യോബിനെ പോലെ ധനികൻ പിന്നെ ഉണ്ടായിരുന്നില്ല. ಆ ದೇಶದಲ್ಲಿ ಪೂರ ಇಯ್ಯೋಬನಂತ ಧನವಂತನು ಬೇರೆ ಯಾರು ಇರಲಿಲ್ಲ. അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ಅಲ್ಲಿ ಎಲ್ಲ ಹೇಳಿದ್ದಾರೆ. എന്ത് കൊടുത്താണ് ദൈവം അനുഗ്രഹിച്ചത്, ಏನು ಕೊಟ್ಟಿ ದೇವರು ಆಶೀರ್ವಾದ ಮಾಡಿರೋದು ಎನ್ನುವುದು. അബ്രഹാമിന് ദൈവം അനുഗ്രഹിച്ചപ്പോൾ, ಅಬ್ರಹಾಮನು ದೇವರು ಆಶೀರ್ವಾದ ಮಾಡಿದಾಗ, ഈ ഭൗതിക സ്വത്തുക്കൾ മാത്രമല്ല, ಈ ಆಸ್ತಿಗಳು ಮಾತ್ರವಲ್ಲ, വലിയ ജനറേഷനെ കൂടി
കൊടുത്തു. ഒരു തലമുറകളുടെ അനുഗ്രഹം. ದೊಡ್ಡ ಒಂದು ತಲೆಮಾರುಗಳ ಆಶೀರ್ವಾದ ಕೂಡ ಅಬ್ರಹಾಮಿಗೆ ದೇವರು ಕೊಟ್ರು. യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ ಯಾಕೋಬನ್ನು ದೇವರು ಆಶೀರ್ವಾದ ಮಾಡಿದಾಗ ഒരു വലിയ ജാതിയാക്കി പുള്ളിയെ ദൈവം മാറ്റി. ದೊಡ್ಡ ಒಂದು ಜಾತಿಯಾಗಿ ಅವರನ್ನು ದೇವರು ಬದಲಾಯಿಸಿದ್ರು. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിനെ അനുഗ്രഹിച്ചപ്പോൾ ಇಯೋಬನ್ನು ದೇವರು ಆಶೀರ್ವಾದ ಮಾಡಿದಾಗ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി മക്കളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ಕಳ್ಕೊಂಡಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿರುವ ಮಕ್ಕಳನ್ನು ಕೊಟ್ಟು ದೇವರು ಅವರನ್ನು ಆಶೀರ್ವಾದ ಮಾಡಿದ್ರು. ഇതായിരുന്നു പഴയ നിയമത്തിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങൾ. ಇದಾಗಿತ್ತು ಹಳೆಯ ನಿಯಮದಲ್ಲಿ ದೇವರ ಜನರನ್ನು ಕರೆದಾಗ ದೇವರು ಹೇಳಿರುವ ಆಶೀರ್ವಾದಗಳು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲൂಯ. പുതിയ നിയമത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടോ? ಹೊಸ ನಿಯಮದಲ್ಲಿ ಆಶೀರ್ವಾದಗಳು ಇದೆಯಾ? ഇത് ദൈവത്തിൽ ഈ അനുഗ്രഹങ്ങൾ ഉണ്ടോ? ಈ ಆಶೀರ್ವಾದ ದೇವರಿಂದ ಇದೆಯಾ? ഈ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ಹೊಸ ನಿಯಮ ನಾವು ಕಲಿಯುವಾಗ ഈ പഴയ നിയമത്തിലെ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്ന ಹಳೆಯ ನಿಯಮದ ಆಶೀರ್ವಾದ ಅಂತ ಹೇಳಿರುವ ആ വേർഡ് ಆ ಪದ ഒരു പ്രാവശ്യം പോലും പുതിയ നിയമത്തിൽ എടുത്തെഴുതിയിട്ടില്ല. ಒಂದು ಸತಿ ಕೂಡ ಹೊಸ ನಿಯಮದಲ್ಲಿ ಎತ್ತಿ ಬರೆಯಲಿಲ್ಲ. അതിന് പകരം ಅದಕ್ಕೆ ഇപ്പൊ നമ്മൾ വായിച്ചല്ലോ, ಇವಾಗ ನಾವು ಓದಿದ್ವಲ್ಲ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ಪರಲೋಕದ ಎಲ್ಲ ಆತ್ಮೀಕ ಆಶೀರ್ವಾದವು അതിന് കൊടുത്തിരിക്കുന്ന പദം, ಅಲ್ಲಿ ಕೊಟ್ಟಿರುವ ಪದವು യൂലോളജി, UELO ആമേൻ JALY യൂളജി എന്നൊരു പദമാണ്. ಯೂರಾಲಜಿ ಎನ್ನುವ ಒಂದು ಪದವಾಗಿದೆ. ഇതിനെ പ്യുവർ ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ಇದು ಡಿವೈನ್ ಬ್ಲೆಸ್ಸಿಂಗ್ ಅಂತ ಉದ್ದೇಶಿಸ್ತಾ ಇರೋದು. ഡിവൈൻ ബ്ലെസ്സിംഗ്, ಡಿವೈನ್ ಬ್ಲೆಸ್ಸಿಂಗ್. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ദൈവം തന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം ಹೊಸ ನಿಯಮದಲ್ಲಿ ದೇವರ ಜನರಿಗೆ ಸಭೆಗೆ ಕೊಟ್ಟಿರುವುದು ಎಲ್ಲವೂ ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ്. ಅದು ಡಿವೈನ್ ಬ್ಲೆಸ್ಸಿಂಗ್ ಆಗಿದೆ. സ്തോത്രം. ಹಲ್ಲೇಲೂಯ. പഴയ നിയമത്തിലെ മെറ്റീരിയൽ എന്നൊരു പദം എഴുതിയിട്ടേ ഇല്ല. ಹಳೆಯ ನಿಯಮದಲ್ಲಿ ಮೆಟೀರಿಯಲ್ ಎನ್ನುವ ಒಂದು ಪದ ಬರೆಯಲೇ ಇಲ್ಲ. എന്നാൽ ಆದರೆ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ಕ್ರಿಸ್ತನಲ್ಲಿ ನಂಬುವವರಿಗೆ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ, ಅಬ್ರಹಾಮಿಗೆ ಕೊಟ್ಟಿರುವ ಆಶೀರ್ವಾದಗಳು, നന്മകൾ, ಒಳ್ಳೆತನಗಳು ലഭിക്കുന്നുണ്ട് എന്നൊരു പദം എഴുതിയിട്ടുണ്ട്. ಸಿಗುತ್ತೆ ಎನ್ನುವ ಒಂದು ಪದ ಕೂಡ ಬರೆದಿದೆ. അവിടെയും ഈ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ಅಲ್ಲೂ ಸ್ಪಿರಿಚುವಲ್ ಬ್ಲೆಸ್ಸಿಂಗ್ ಎನ್ನುವ ಪದವಾಗಿದೆ, ಅಲ್ಲೂ ಕೂಡ ಕೊಟ್ಟಿರೋದು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ನಮ್ಮ ಆಶೀರ್ವಾದಗಳು ಎಲ್ಲವೂ ദൈവം തരുന്നതാ, ದೇವರು ಕೊಡೋದಾಗಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പുതിയ നിയമത്തിന്റെ ഒരു ആപ്തവാക്യമുണ്ട്. ಹೊಸ ನಿಯಮದ ಒಂದು ಆಪ್ತ ವಾಕ್ಯವಿದೆ. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കണം. ತಿನ್ನೋಕು ಧರಿಸೋಕು ಇದ್ರೆ ನಾವು ಸಾಕು ಅಂತ ನಾವು ತೀರ್ಮಾನ ತಗೊಬೇಕು. സ്തോത്രം. ಹಲ್ಲೇಲೂಯ. നമ്മൾ അങ്ങ് തൃപ്തിപ്പെടണം. ನಾವು ಅದರಲ್ಲೇ ತೃಪ್ತಿ ಪಡಬೇಕು. അതുകൊണ്ട് പണി നിർത്തണമെന്നോ റിസൈൻ ചെയ്യണമെന്നോ അല്ല അതിനർത്ഥം. ಅದಕ್ಕೆ ಕೆಲಸ ನಿಲ್ಲಿಸಬೇಕು ಅಂತ ಅಥವಾ ರಿಸೈನ್ ಮಾಡಬೇಕು ಅಂತನಲ್ಲ ಹೇಳ್ತಾ ಇರೋದು. നമുക്ക് ഉള്ളതിൽ എന്ത് ദൈവം തരുന്നോ അതിനകത്തൊരു വലിയ തൃപ്തിയുള്ള ജീവിതം നമ്മൾ നടത്തണം. ನಮಗೆ ದೇವ್ರು ಏನೇ ಕೊಟ್ಟರು ಅದರಲ್ಲಿ ಒಂದು ತೃಪ್ತಿ ಇರುವ ಜೀವನವು ನಾವು ನಡೆಸಬೇಕಾಗಿದೆ. എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം പാടില്ല എന്നർത്ഥം. ಅತಿ ಆಸೆಯು ನಮಗೆ ಇರಬಾರದು. സ്തോത്രം. ಹಲ್ಲೇಲೂಯ. ദ്രവ്യത്തോടുള്ള ആഗ്രഹം നമ്മൾ വഹിച്ചു പുലർത്തരുത്. ಹಣದ ಮೇಲಿರುವ ಆಸೆಗಳು ಕೂಡ ನಾವು ಇಟ್ಕೊಂಡು ಪಾಲಿಸಬಾರದು. സ്തോത്രം. ಹಲ್ಲೇಲೂಯ. ഈ ഭൂമിയിലെ ഒരു സാധനവും നിത്യതയിൽ നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ಈ ಭೂಮಿಯಲ್ಲಿ ಯಾವುದೇ ವಸ್ತು ಕೂಡ ನಮಗೆ ನಿತ್ಯತೆಗೆ അത് ತಲುಪಿಸೋಕಾಗೋದಿಲ್ಲ. നമ്മൾ എന്നും നമുക്ക് ഓർമ്മ വേണം. ಅದು ನಾವು ಯಾವಾಗ್ಲೂ ನೆನಪಲ್ಲಿ ಇಡಬೇಕು. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೇಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೇಲೂಯ. എല്ലാം നമുക്ക് തരുന്നത് ദൈവമാണ്. ಎಲ್ಲವೂ ನಮಗೆ ಕೊಡೋದು ದೇವರಾಗಿದ್ದಾರೆ. ആണോ? അധ്വാനിക്കാൻ ശക്തി തരുന്ന ആരാ? ನಾವು ಕೆಲಸ ಮಾಡೋಕೆ ಶಕ್ತಿ ಕೊಡೋದು ಯಾರಾಗಿದ್ದಾರೆ? ദൈവമാ. ಅದು ದೇವರಾಗಿದ್ದಾರೆ. അങ്ങനെയാണെങ്കിൽ ಆ ರೀತಿಯಲ್ಲಿ ಆಗಿದ್ರೆ നമ്മുടെ സമ്പത്ത് ആരുടെയാ? ನಮ್ಮ ಆಸ್ತಿ ಯಾರ್ದಾಗಿದೆ? ദൈവത്തിന്റെയാ. ದೇವರದಾಗಿದೆ. ദൈവത്തിന്റെ ആസ്തിയിൽ നിന്ന് ದೇವರ ಆಸ್ತಿಯಿಂದ നമ്മള് ನಾವು 90% എടുത്തിട്ട് 90% ತಗೊಂಡು 10% ദൈവത്തിന് കൊടുക്കുന്നു. 10% ನಾವು ದೇವರಿಗೆ ಕೊಡ್ತಾ ಇದೀವಿ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയല്ലേ ചെയ്യുന്നേ? ಆ ರೀತಿಯಲ್ಲಿ ಅಲ್ವಾ ನಾವು ಮಾಡ್ತಿರೋದು? അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിൽ നിന്നാണോ ദൈവത്തിന് കൊടുക്കുന്ന 10%? ಇಲ್ಲಂದ್ರೆ ನಮ್ಮ ಆಸ್ತಿಯಿಂದ ನಾವು 10% ದೇವರಿಗೆ ಕೊಡ್ತಾ ಇದೀವಾ? ദൈവം തരുന്നതിൽ നിന്ന് ದೇವರು ಕೊಡೋದಿಂದ അങ്ങനെ പഠിക്കണം നമ്മൾ. ನಾವು ಆ ರೀತಿಯಲ್ಲಿ ಕಲಿಬೇಕು. ദൈവം എനിക്ക് തന്നതിൽ നിന്ന് ದೇವರಿಗೆ ನನಗೆ ಕೊಡ್ತಾ ಇರೋದ್ರಿಂದ 90% ഞാൻ ഉപയോഗിച്ചിട്ട് 90% ನಾನು ಉಪಯೋಗಿಸಿ 10% ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. 10% ನಾನು ದೇವರಿಗೆ ಕೊಡ್ತಾ ಇದ್ದೀನಿ. അങ്ങനെ ഞാൻ കൊടുക്കുമ്പോൾ ಆ ರೀತಿಯಲ್ಲಿ ನಾನು ಕೊಡುವಾಗ എനിക്ക് ഉള്ള നന്മ വിശുദ്ധമായിട്ട് മാറുന്നു. ദൈവം കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ എന്റെ നന്മ വിശുദ്ധമായി മാറുന്നു. ದೇವರು ಕೊಡಬೇಕು ಅನ್ನೋ ವಿಷಯಗಳು ನಾವು ಆತ್ಮಿಕವಾಗಿರೋ ವಿಷಯಕ್ಕೆ ನಾವು ಎತ್ತಿ ಇಟ್ರೆ ದೇವರ അതുകൊണ്ടാണ് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് കൂടെ യൂലോളജി എന്ന പദം
പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. ಮೆಟೀರಿಯಲ್ ಬ್ಲೆಸ್ಸಿಂಗ್ ಜೊತೆಗೆ ಯೂರಾಲಜಿ ಇರುವ ಒಂದು ಪದ ಕೂಡ ಹೊಸ ನಿಯಮದಲ್ಲಿ ದೇವರು ಕೊಟ್ಟಿರೋದು. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ಎಲ್ಲರೂ ಗಮನವಿಟ್ಟು ಕೇಳಬೇಕು. പ്രൈസ് ലോർഡ്. പ്രായോഗിക ലൈഫിൽ ചെയ്യാൻ വേണ്ടിയ കാര്യങ്ങളല്ലാതെ വെറുതെ പ്രസംഗങ്ങള് നമ്മള് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. ನಾವು ಜೀವನದಲ್ಲಿ ಮಾಡಬೇಕಾಗಿರೋ ವಿಷಯಗಳು ಮಾಡ್ತಾರೆ, ನಾವು ವಾಕ್ಯಗಳನ್ನು ಕೇಳಿದ್ರೆ ಏನು ಪ್ರಯೋಜನವಿಲ್ಲ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എന്റെ വിഷയത്തേക്ക് കടന്നു വരികയാണ്. എന്റെ വിഷയം അതല്ല. ನನ್ನ ವಿಷಯ ಅದಲ್ಲ, ನನ್ನ ವಿಷಯಕ್ಕೆ ನಾನು ಬರ್ತಿದ್ದೀನಿ. എന്റെ വിഷയം ನನ್ನ ವಿಷಯ ഇൻ ക്രൈസ്റ്റിൽ, ಕರ್ತನಲ್ಲಿ, യേശു ക്രിസ്തുവിൽ, ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ നമുക്ക് ലഭിച്ചിരിക്കുന്ന ನಮಗೆ ಸಿಕ್ಕಿರುವ പരമപ്രധാനമായ ചില വിഷയങ്ങളുണ്ട്. ತುಂಬಾ ಮುಖ್ಯವಾಗಿರುವ ಕೆಲವು ವಿಷಯಗಳಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. അത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്. ಅದು ಎಫೆಸೀಯ ಲೇಖನ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಶುರುವಾಗ್ತಾ ಇದೆ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ഇന്ന് വിശദീകരിക്കാൻ നേരമില്ല. ಎಲ್ಲ ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡೋಕೆ ಟೈಮ್ ಇಲ್ಲ. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ, ಆದ್ರೂ ಕೆಲವು ವಿಷಯಗಳು ನಾವಿವತ್ತು ಚಿಂತೆ ಮಾಡುವಾಗ, ഒരു വിശ്വാസിയായി നമ്മൾ ഇരിക്കുമ്പോൾ, ಒಂದು ವಿಶ್ವಾಸಿಯಾಗಿ ನಾವು ಕೂತಿರುವಾಗ, നമ്മൾ ദൈവം നമുക്ക് വേണ്ടി തന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള അറിവാണ് നമ്മളെ കർത്താവിന് വേണ്ടി നിർത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ದೇವರು ನಮಗೋಸ್ಕರ ಮಾಡಿರುವ സ്വർഗീയ അനുഗ്രഹമാണ് ಪರಲೋಕದ ಆಶೀರ್ವಾದವಾಗಿದೆ. കർത്താവിന് വേണ്ടി നമ്മളെ നിർത്തുന്ന ഘടകം. ಕರ್ತನಿಗೋಸ್ಕರ ನಮ್ಮನ್ನು ನಿಲ್ಲಿಸುವ ಘಟ್ಟವು, ആയിരക്കണക്കിന് ഭക്തന്മാർ, ಸಾವಿರಗಟ್ಟಲೆ ಭಕ್ತರು ഈ ഭൂമിയിൽ ಈ ಭೂಮಿಯಲ್ಲಿ ആമേൻ രക്തസാക്ഷികളായി മരിച്ചു. ರಕ್ತಸಾಕ್ಷಿಗಳಾಗಿ ಪ್ರಾಣವನ್ನು ಕೊಟ್ಟರು. ആയിരക്കണക്കിന് ഭക്തന്മാരുടെ ಸಾವಿರಗಟ್ಟಲೆ ಭಕ್ತರ വസ്തുവകകളും കുഞ്ഞുങ്ങളും ആമേ മാതാപിതാക്കളും നഷ്ടപ്പെട്ടു. ಆಸ್ತಿ ಪಾಸ್ತಿ, ತಂದೆ ತಾಯಿ ಮಕ್ಕಳೆಲ್ಲ ಕಳ್ಕೊಂಡ್ರು. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ಲೋಕವು ಅವರಿಗೆ ಯೋಗ್ಯವಾಗಿರಲಿಲ್ಲ. സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ട് എന്നറിഞ്ഞ്, ಪರಲೋಕದಲ್ಲಿ ತುಂಬಾ ಚೆನ್ನಾಗಿರುವ ಆಸ್ತಿ ಇದೆ ಅಂತ ತಿಳ್ಕೊಂಡು, സമ്പത്തുകളുടെ അപകാരം അവർ സഹിച്ചു. ಆಸ್ತಿಗಳ ಅಪಕಾರಗಳನ್ನು ಅವರು ಸಹಿಸಿಕೊಂಡ್ರು. വിശ്വാസി പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ವಿಶ್ವಾಸಿಗಳು ದೇವಾಲಯಕ್ಕೆ ಹೋಗಿ ಬರುವಾಗ തിരിച്ചു പ്രതികരിക്കത്തില്ല എന്നറിയാമായിരുന്ന അന്നത്തെ ജനം, ಅವರು ವಾಪಸ್ ಪ್ರತಿകരിಸೋದಿಲ್ಲ ಅಂತ ತಿಳಿದಿರುವ ಜನರು, അവിടെ ആടിനെയും മാടിനെയും വസ്തുവകളെയും മോഷ്ടിച്ചു കൊണ്ടുപോയി. ಅವರ ಕುರಿ ಮೇಕೆಗಳು ವಸ್ತು ವಗಗಳು ಎಲ್ಲವನ್ನು ಕದ್ಕೊಂಡು ಹೋದ್ರು. ഗവൺമെന്റ് പിടിച്ചെടുത്തു. ಗವರ್ಮೆಂಟ್ ಹಿಡ್ಕೊಂಡ್ರು. അപ്പോഴൊക്കെ ಅವಾಗ ಎಲ್ಲವೂ അവർ സഹിച്ചു. ಅವರು ಸಹಿಸ್ಕೊಂಡ್ರು. എന്തുകൊണ്ടെന്നാൽ ಎಂದಗೋಸ್ಕರ ಅಂತ ಹೇಳಿದ್ರೆ, അവർക്ക് ಅವರಿಗೆ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ അധികമായി ಈ ಮೆಟೀರಿಯಲ್ ಆಗಿರೋ ವಿಷಯಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ സ്വർഗീയ അനുഗ്രഹത്തെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. ಪರಲೋಕದ ಆಶೀರ್ವಾದ ಕುರಿತು ಅವರಿಗೆ ಚೆನ್ನಾಗಿ ತಿಳಿವಳಿಕೆ ಇತ್ತು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പൈതൽ ಯಾವ್ದಾದ್ರೂ ಒಂದು ದೇವರ ಮಗು ആത്മീക അനുഗ്രഹത്തിൽ ബലപ്പെട്ടാൽ, ಆತ್ಮೀಯ ಆಶೀರ್ವಾದದಲ್ಲಿ ಬಲ ಹೊಂದಿದ್ರೆ, പിന്നെ അവനെല്ലാം പിന്നെ വന്നോളും. ಅದು ಮತ್ತೆ ಎಲ್ಲದ ಹಿಂದೆ ಬರುತ್ತೆ. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം അവന്റെ രാജ്യവും നീതിയും, അത് സ്പിരിച്വൽ, അത് അന്വേഷിക്കണം. ಮೊದಲೇ ಅವನ ರಾಜ್ಯವು ആദ്യം ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കണം. ಮೊದಲು ನಾವು ದೇವರ ರಾಜ್ಯಕ್ಕೋಸ್ಕರ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഒന്നാമത് ജീവിക്കണം. ದೇವರ ಸಭೆಗೋಸ್ಕರ ಮೊದಲನೇದಾಗಿ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണം. ಸುವಾರ್ತೆಗೋಸ್ಕರ ನಾವು അങ്ങനെ ജീവിക്കുമ്പോൾ, ಆ ರೀತಿಯಲ್ಲಿ ಬದುಕುವಾಗ, ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ വാഴുമ്പോൾ, ದೇವರ ನೀತಿಯಲ್ಲಿ ನಾವು ಬಾಳುವಾಗ, എന്റെ വിശ്വാസ ജീവിതത്തിൽ ನನ್ನ ನಂಬಿಕೆ ಜೀವನದಲ್ಲಿ ദൈവത്തിന്റെ നീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് ದೇವರ ನೀತಿಯಲ್ಲಾಗಿ ನಾನು ಬದುಕ್ತಾ ಇದ್ದೀನಿ എന്നൊരു വ്യക്തിക്ക് ബോധമാകുമ്പോൾ, ಅಂತ ಒಂದು ವ್ಯಕ್ತಿಗೆ ತಿಳುವಳಿಕೆ ಉಂಟಾಗುವಾಗ, പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവന് കൊടുക്കും. ಮತ್ತೆ ದೇವರು ಅವನಿಗೆ ಹೇಳಿರೋ ವಿಷಯಗಳನ್ನೆಲ್ಲ ಕೊಡ್ತಾರೆ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിൻപറ്റും, എന്റെ പിറകെ വരും, ഞാൻ അതിന്റെ പുറകെ ഓടുകയല്ല. ಒಳ್ಳೆ ಕರುಣೆಯು ನನ್ನ ಆಯುಷ್ಕಾಲ ಮೂಲ ನನ್ನನ್ನು ಹಿಂಬಾಲಿಸುತ್ತೆ ಅಂತ ಹೇಳಿರೋದು. ഞാൻ നന്മയും കരുണയും പ്രാപിക്കാൻ വേണ്ടി ഓടുകയല്ല, ನಾನು ಒಳ್ಳೆತನವೂ ಹೊಂದೋಕೋಸ್ಕರ ನಾನು ಓಡ್ತಾ ಇಲ್ಲ, അത് എന്റെ പിന്നാലെ വരും. ಅದು ನನ್ನನ್ನು ಹಿಂಬಾಲಿಸ್ತಾ ಇದೆ. നിന്റെ ആത്മാവ് ശുഭമാകുമ്പോൾ നീ സകലത്തിലും ശുഭവും സുഖവുമാകും എന്ന് എഴുതിയിട്ടുണ്ട്. ನಿಮ್ಮ ಆತ್ಮನ ಶುಭವಾಗುವಾಗ ನೀವು ಎಲ್ಲದರಲ್ಲೂ ಶುಭವಾಗುತ್ತೆ ಅಂತ ಸ್ತೋತ್ರ. ಬರ್ದಿದೆ.
അപ്പോൾ നമ്മൾ എന്തിനെ അന്വേഷിക്കണ്ടേ? ನಾವ್ ಏನನ್ನು ಹುಡುಕ್ಬೇಕಾಗಿದೆ? എന്തിനെ അന്വേഷിക്കണ്ടേ? ನಾವ್ ಏನನ್ನು ಹುಡುಕ್ಬೇಕಾಗಿದೆ? സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ നമ്മൾ അന്വേഷിക്കണം. ನಾವು ಸ್ಪಿರಿಚುವಲ್ ಬ್ಲೆಸ್ಸಿಂಗ್ ಅನ್ನು ಕೂಡ ನಾವು ಹುಡುಕಬೇಕು. അപ്പോൾ ಅವಾಗ എഫെസ്യ ലേഖനത്തിൽ ഒന്നാമത് പറയുന്നത്, ಎಫೆಸ್ಯ ಲೇಖನದಲ್ಲಿ ಮೊದಲನೇದಾಗಿ ಹೇಳ್ತಿರೋದು, നമുക്ക് തന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ನಿಮಗೆ ಕೊಟ್ಟಿರೋ ವಿಷಯಗಳನ್ನು ಕುರಿತು ನಾನು ಎಷ್ಟು ಜನ ಹತ್ರ ಕೇಳಿದ್ರೆ ನೀವು ಹೇಳ್ತೀರಾ ಅಂತ ನನಗೆ ഒരുപക്ഷെ ಗೊತ್ತಿಲ್ಲ. നിങ്ങൾ ചാടി കയറി പറയും എനിക്ക് കാറ് തന്നായിരുന്നു, ಒಂದ್ಸತಿ ನೀವು ಹೇಳ್ತೀರಾ ನನಗೆ ಕಾರ್ എനിക്ക് ಕೊಟ್ಟಿದ್ದಾರೆ, വീട് തന്നു, ನನಗೆ ಮನೆ ಕೊಟ್ಟಿದ್ದಾರೆ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്നൊക്കെ നിങ്ങൾ അങ്ങ് ಇಲ್ಲ പറയും. ನನಗೆ ಏನಾದ್ರೂ ಕೊಟ್ಟಿದ್ದಾನೆ ಅಂತ ಕೂಡ ನೀವು ಹೇಳ್ತೀರಾ. അതൊന്നും അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ಅದೆಲ್ಲ ಇಲ್ಲಿ ಬರ್ದಿರೋದು. ഇവിടെ എഴുതിയിരിക്കുന്നത് ಇಲ್ಲಿ ಬರ್ದಿರೋದು, അവിടുന്ന് ಆತನು ലോകസ്ഥാപനത്തിന് മുന്നേ ಲೋಕ ಸ್ಥಾಪನಕ್ಕಿಂತ ಮುಂಚೆ നിങ്ങളെ ನಿಮ್ಮನ್ನು ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ് ಕ್ರಿಸ್ತನಲ್ಲಿ തിരഞ്ഞെടുത്തു എന്നാണ്. ಆರಿಸಿದ್ದಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഇൻ ക്രൈസ്റ്റ്, ಕರ್ತನಲ್ಲಿ. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ಲೋಕ ಉಂಟಾಗೋಕ್ಕಿಂತ ಮುಂಚೆ ഒരു വിശ്വാസി, ಒಂದು ವಿಶ್ವಾಸಿ രക്ഷിക്കപ്പെട്ട് ರಕ್ಷಣೆ ಹೊಂದಿ ദൈവസഭയിൽ വന്നെങ്കിൽ, ದೇವರ ಸಭೆಗೆ ಬಂದಿದ್ರೆ, ഇൻ ക്രൈസ്റ്റിൽ ಕರ್ತನಲ್ಲಿ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ಲೋಕ ಉಂಟಾಗೋಕ್ಕಿಂತ ಮುಂಚೆ നമ്മെ ദൈവം കണ്ടു, ನಮ್ಮನ್ನು ದೇವರು ನೋಡಿದ್ದಾರೆ, തിരഞ്ഞെടുത്തു. ಆರಿಸಿದ್ದಾರೆ. ഇതാണ് ഒന്നാമത്തെ സ്വർഗീയ അനുഗ്രഹം. ಇದಾಗಿದೆ ಮೊದಲನೆಯ ಪರಲೋಕದ ಆಶೀರ್ವಾದವು. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. 1:4 അത് എഴുതിയിരിക്കുന്നത്. 1ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯದಲ್ಲಾಗಿದೆ ಅದು ಬರೆದಿರೋದು. സ്തോത്രം. ഒരു ഭാഷയിൽ മാത്രം വായിക്കാം. ಒಂದೇ ಒಂದು ಭಾಷೆಯಲ್ಲಿ ಮಾತ್ರ ಓದಿ. ಏಕೆಂದರೆ ನಾವು ಯಾಕೆ ಪ್ರೀತಿಯಲ್ಲಿ ಇಷ್ಟು ಲೇಟು? ಎಷ್ಟು ಗಂಟೆ ಆಯಿತು? ಪ್ರೈಸ್ ಲೋ. ಬನ್ನಿ ಕೂತ್ಕೊಳ್ಳಿ. ಸ್ತೋತ್രം. ನಾವು ಪ್ರೀತಿಯಲ್ಲಿ ನಡೆದು ಆತನ ಸನ್ನಿಧಿಯಲ್ಲಿ ಪರಿಶುದ್ಧರು ದೋಷವಿಲ್ಲದವರು ಆಗಿರಬೇಕೆಂದು ನಮ್ಮನ್ನು ಜಗದುತ್ಪತ್ತಿಗೆ ಮುಂಚೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಆರಿಸಿಕೊಂಡನು. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണേ. ನೀವು ಪ್ರಾರ್ಥನೆಯಿಂದ ಆಗಿರಬೇಕು. ഞാൻ നിൽക്കുന്ന കാണുമ്പോഴേ അറിയാലോ, ഈ ജലദോഷം അങ്ങ് കേറി അങ്ങ് പിടിച്ചിരിക്കുക. ನನಗೆ ನೆಗಡಿ ಆಗಿದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ഓക്കെ, നോ പ്രോബ്ലം. ಹಲ್ಲೆಲೂಯಾ. പ്രാർത്ഥിച്ചോ, നിങ്ങൾ അങ്ങ് ഇരുന്നാ മതി. ನೀವು ಪ್ರಾರ್ಥನೆಯಿಂದ ಕೂತಿರಿ. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. അപ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ಅಲ್ಲಿ ಈ ರೀತಿಯಾಗಿದೆ ಬರ್ದಿರೋದು. നിങ്ങളെ എന്തേ തെരഞ്ഞെടുത്തേ? ನಿಮ್ಮನ್ನ ಹೇಗೆ ಆರಿಸಿರೋದು? എന്തേ തെരഞ്ഞെടുത്തേ? ಹಲ್ಲೆಲೂಯಾ. ലോകസ്ഥാപനത്തിന് മുന്നേ എന്തിനാ തെരഞ്ഞെടുത്തേ? ಲೋಕ ಸ್ಥಾಪನೆಗಿಂತ ಮುಂಚೆ ಯಾಕೆ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം അറിയണ്ടായോ? ಆರಿಸಿರೋ ಉದ್ದೇಶ ಏನಂತ ತಿಳಿಬೇಕಲ್ವಾ? സ്തോത്രം. നമ്മൾ ನಾವು അവിടുത്തെ സന്നിധാനത്തിൽ, ಆತನ ಸನ್ನಿಧಾನದಲ್ಲಿ, എവിടെ? ಎಲ್ಲಿ? ക്രിസ്തുവിന്റെ മുമ്പിൽ ಕರ್ತನ ಮುಂದೆ വിശുദ്ധരും ವಿಶುದ್ಧರು നിഷ്കളങ്കരുമാകാൻ ನಿಷ್ಕಳಂಕರು ಆಗೋಕ್ಕೋಸ್ಕರ നമ്മളെ തെരഞ്ഞെടുത്തു, ನಮ್ಮನ್ನು ಆರಿಸಿದ್ದಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എന്താ തെരഞ്ഞെടുത്തേ? ಏಂತಕ್ಕೋಸ್ಕರ ಆರಿಸಿರೋದು? നമ്മൾ ആരാകണം? ನಾವ್ ಯಾರಾಗಬೇಕು? നമ്മൾ ആരാകണം? ನಾವ್ ಯಾರಾಗಬೇಕು? നമ്മൾ ನಾವು വിശുദ്ധരും ವಿಶುದ್ಧರು നിഷ്കളങ്കരുമാകുവാൻ, ನಿಷ್ಕಳಂಕತೆ ಇರೋರು ಆಗೋಕೆ, കുറ്റമറ്റവരാകുവാൻ. ಯಾವುದೇ ಒಂದು ವಿಷಯವಿಲ್ದಿರೋ ರೀತಿಯಲ್ಲಿ ಆಗೋಕೆ. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിലേക്ക് നമ്മൾ വന്നില്ല എങ്കിൽ, ನಾವು ದೇವರ ಉದ್ದೇಶಕ್ಕೆ ನಾವು ಬಂದಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ, ആമേൻ, പിന്നെ എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ಮತ್ತೆ ಏನೆಲ್ಲ ಇದ್ರೂ ಯಾವುದೇ ಪ್ರಯೋಜನವಿಲ್ಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന്റെ ഉദ്ദേശം എന്തുവാ? ದೇವರ ಉದ್ದೇಶವು ಏನಾಗಿದೆ? വിശുദ്ധരും ವಿಶುದ್ಧರು നിഷ്കളങ്കരുമാകുക. ನಿಷ್ಕಳಂಕರು ಆಗೋಕ್ಕೋಸ್ಕರ അപ്പോ ഒന്നാമത്തെ ആത്മീയ അനുഗ്രഹം ಮೊದಲನೇ ಆತ್ಮಿಕ ಆಶೀರ್ವಾದವು നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ನಮ್ಮನ್ನು ಆರಿಸಿದ್ದಾರೆ ಎನ್ನುವುದಾಗಿದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. രണ്ടാമത്തെ ആത്മീയ അനുഗ്രഹം, ಎರಡನೇ ಆತ್ಮಿಕ ಆಶೀರ್ವಾದವು നമ്മളെ മുൻ നിയമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ನಮ್ಮನ್ನು ಮುನ್ ನೇಮಿಸಿದ್ದಾರೆ സോറി, ಎನ್ನುವುದಾಗಿದೆ. നമ്മളെ ദത്തെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ನಮ್ಮನ್ನು ದತ್ತು ತಗೊಂಡಿದ್ದಾರೆ അടുത്ത ಎನ್ನುವುದಾಗಿದೆ. വാക്യം ഒന്ന് വായിച്ചേ. ನೆಕ್ಸ್ಟ್ ವಾಕ್ಯವನ್ನು ಓದಿ. അതിനോട് ചേർന്നുള്ള വാക്യം. ಆತನು ತನ್ನ ಕೃಪೆಯನ್ನು ಪ್ರಖ್ಯಾತಿಗೆ ತರಬೇಕೆಂದು നേരെ വെച്ച് ನಮ್ಮನ್ನು ಯೇಸು കുറച്ച് ಕ್ರಿಸ್ತನ ലവ്യത. ಮೂಲಕ അറിയാവുന്നൊരു വാക്ക്. വായിച്ചോ സിസ്റ്റർ, വേഗം വായിച്ചോ.
ನಮ್ಮನ್ನು ಯೇಸುಕ್ರಿಸ್ತನ ಮೂಲಕ ತನ್ನ ಪುತ್ರರನ್ನಾಗಿ ಸ್ವೀಕರಿಸುವುದಕ್ಕೆ ദയപൂർവകವಾಗಿ തന്ന ചിത്താനുസാര ಮೊದಲೇ ಸಂಕಲ್ಪ കന്നഡത്തിൽ അത് എങ്ങനെ എവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അഞ്ചാമത്തേത് ആമേൻ. ഒരു നിമിഷം, 5-ാം വാക്യത്തിലുണ്ടല്ലേ? അതെ, 5-ാം വാക്യം എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ಆತನು ತನ್ನ ಕೃಪೆಯನ್ನು ಪ್ರಖ್ಯಾತಿಗೆ ತರಬೇಕೆಂದು ನಮ್ಮನ್ನು ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕ ತನ್ನ ಪುತ್ರರನ್ನಾಗಿ ಸ್ವೀಕರಿಸುವುದಕ್ಕೆ നോക്ക്, അവിടെ കന്നഡത്തിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ಕನ್ನಡದಲ್ಲಿ ಕರೆಕ್ಟ್ ಆಗಿ ಬರೆದಿದ್ದಾರೆ. പുത്രസ്വീകാര്യം എന്നാണ് കന്നഡത്തിൽ എഴുതിയിരിക്കുന്നത്. ಪುತ್ರಸ್ವೀಕಾರ ಅನ್ನೋದಾಗಿದೆ ಕನ್ನಡದಲ್ಲಿ ಬರೆದಿರೋದು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേർഡുകൾ കിട്ടുന്നില്ലേ? ഓക്കെ. ആമേൻ. പുത്രസ്വീകാര്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. പുത്രസ്വീകാര്യ എന്നതാಗಿದೆ ಬರೆದಿರೋದು. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുവാണോ? പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുവാണോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ബൈബിളിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെ എന്നെ പിന്നെ അടുത്തിട്ടവരെ എല്ലാവരും കൂടെ നോക്കിയാൽ കിട്ടത്തില്ല. സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. ഇവിടെ ഒരാൾ വായിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ബൈബിളിൽ നോക്കി നിങ്ങൾ പിന്നെ വായിക്കുന്നത്, നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ. സ്തോത്രം. ബൈബിള് എടുത്ത് തുറന്ന് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചു കാണും, അവത്തെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇത് അവിടെ കിടക്കുന്നു. ഇതാണ് വിഷയം. നിങ്ങൾ ദയവായിട്ട് ഒരാൾ വായിക്കും, ഇവിടെ അന്നേരം ഡിസ്പ്ലേ ചെയ്തിട്ട് അന്നേരം അത് ആ ഡിസ്പ്ലേ ചെയ്തിട്ട് മാറ്റിയേക്കണം. അവിടെ ആ വാക്കി ഇട്ടേക്കണ്ട. ഇവിടെ വായിച്ചു കഴിയുമ്പോൾ അത് മാറ്റിയേക്കണം. പിന്നെ അവിടെ പ്ലെയിൻ ആയിട്ട് കിടന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. പലരും പലയിടത്തും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വചനം പറഞ്ഞു തരാൻ പറ്റിയല്ല, ശ്രദ്ധിക്കത്തില്ല. ഈ ആഴ്ച പറയുന്ന അടുത്ത ആഴ്ച വെച്ചാൽ ആർക്കും അറിയത്തില്ല. ಈ ವಾರದಲ್ಲಿ ಕೇಳುವ ವಿಷಯ ನೆಕ್ಸ್ಟ್ ವಾರ ಯಾರಿಗೂ ಜ್ಞಾಪನ ಇರೋದಿಲ್ಲ. ഇത് നമ്മുടെ കാലത്ത് എഴുതിയതല്ല. ഇത് ನಮ್ಮ ಕಾಲದಲ್ಲಿ ಬರೆದಿರುವ ವಿಷಯವಲ್ಲ. 2000 വർഷം പിന്നിൽ ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യര് ഹൃദയത്തിനകത്ത് വരച്ചിട്ട് നടന്ന വിഷയമാണ്. 2000 ವರ್ಷಗಳ ಹಿಂದೆ ಸಾಧಾರಣ ಮನುಷ್ಯರ ಹೃದಯದಲ್ಲಿ ಬರೆದಿಟ್ಟಿರುವ ವಿಷಯಗಳಾಗಿದೆ ಇಲ್ಲಿ ಬರೆದಿರೋದು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്നും അറിയത്തില്ല. നമുക്ക് ലോകത്തിന്റെ എഡ്യൂക്കേഷൻ ഉണ്ട്, ನಮಗೆ ಈ പക്ഷേ ಲೋಕದ ദൈവത്തിന്റെ ജ്ഞാനമില്ല. ಆದರೆ ದೇವರ ಜ್ಞಾನವಿಲ್ಲ. വേൾഡ്ലി നോളജ് ഉണ്ട്, ദൈവത്തിന്റെ ജ്ഞാനമില്ല. ಲೋಕದ ನಾಲೆಜ್ ಇದೆ, ಆದರೆ ದೈವಿಕ ನಾಲೆಜ್ ಇಲ್ಲ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത് ಅಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು ക്രൈസ്റ്റിൽ കർത്തನಲ್ಲಿ നമുക്ക് പുത്രത്വം തന്നു. മലയാളത്തിൽ ദത്തെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ನಮ್ಮನ್ನು ಅಡಾಪ್ಟ್ ಮಾಡಿದ್ದಾರೆ ಎನ್ನುವುದಾಗಿದೆ ಹೇಳ್ತಾ ಇರೋದಲ್ಲಿ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. രണ്ടാമത്തെ നമ്മുടെ അനുഗ്രഹം എന്താണ്? ಎರಡನೇದಾಗಿರೋ ನಮ್ಮ ಆಶೀರ್ವಾದವು ಏನಾಗಿದೆ? പുത്രത്വം നമുക്ക് തന്നു. ಕುಮಾರತ್ವ ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് പുത്രത്വം തന്നു? ಏನು ಪುತ್ರತ್ವವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ? ലോകത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി ಲೋಕದಿಂದ ನಮ್ಮನ್ನು ಬೆಲೆ ಕೊಟ್ಟು ತಗೊಂಡು ദൈവത്തിന്റെ മക്കൾ എന്ന പദവി തന്നു. ದೇವರ ಮಕ್ಕಳು ಎನ್ನುವ ಒಂದು ಪದ್ಧತಿಯನ್ನು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തരുമ്പോൾ ಅದನ್ನು ಕೊಡುವಾಗ റോമാലേഖനം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ರೋಮಾ ಲೇಖನ ಅದನ್ನು ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡ್ತಿದೆ. പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു. ಪುತ್ರ ಸ್ವೀಕಾರ್ಯದ ಆತ್ಮನನ್ನು ದೇವರು ನಮಗೆ ಕೊಟ್ಟರು. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇരുത്തുവല്ല ചെയ്തത്. ಅಲ್ಲಿಂದ ತಗೊಂಬಂದು ಇಲ್ಲಿ ಕೂರಿಸಿರೋದಲ್ಲ. പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ പകർന്നിട്ട് മക്കളാക്കി മാറ്റി. ಕುಮಾರತ್ವದ ಆತ್ಮನನ್ನು ಹಂಚಿ ನಮ್ಮನ್ನು ಮಕ್ಕಳಾಗಿ ದೇವರು ಬದಲಾಯಿಸಿದ್ದಾರೆ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇൻ ക്രൈസ്റ്റിൽ കർത്തನಲ್ಲಿ നമ്മളെ തിരഞ്ഞെടുത്തു, ನಮ್ಮನ್ನು ಆರಿಸಿದ್ದಾರೆ ലോകസ്ഥാപനത്തിന് മുന്നേ, ಲೋಕ ಸ್ಥಾಪನಕ್ಕಿಂತ ಮುಂಚೆ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് ಎರಡನೇದಾಗಿ നമ്മൾ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ನಾವು ಲೋಕದಲ್ಲಿ ವಾಸಿಸ್ತಾ ಇರುವಾಗ നമ്മളെ ദത്തെടുത്തു, ನಮ್ಮನ್ನು ದತ್ತು ತಗೊಂಡಿದ್ದಾರೆ. അതിനാണ് കന്നഡത്തിൽ പറഞ്ഞേ ಅದಾಗಿದೆ ಕನ್ನಡದಲ್ಲಿ ಹೇಳಿರೋದು. പുത്ര സ്വീകാര്യം തന്നു. ಪುತ್ರ ಸ್ವೀಕಾರ್ಯತೆ ಎನ್ನುವುದು അത്ഭുതകരമായ ആത്മീയനുഗ്രഹമാണ്. ಅದ್ಭುತವಾಗಿರುವ ಆತ್ಮೀಯ ಆಶೀರ್ವಾದ. നമുക്കറിയാവുന്നത്, പലർക്കും അറിയാവുന്നത് ചപ്പും ചവറും കിട്ടിയെന്ന. ನಮಗೆ ಹಲವಾರು ಜನಕ್ಕೆ ಗೊತ್ತು ಅದು ಇದು ಸಿಕ್ತು ಎನ್ನುವುದಾಗಿ. അമേരിക്ക പോകാൻ പറ്റി, ಅಮೆರಿಕಕ್ಕೆ ಹೋಗೋಕಾಯ್ತು, ഗൾഫിൽ ജോലി കിട്ടി, ಗಲ್ಫ್ ಅಲ್ಲಿ ಕೆಲಸ ಸಿಕ್ತು, സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടി, ಸೆಂಟ್ರಲ್ ಗವರ್ಮೆಂಟ್ ಅಲ್ಲಿ ಕೆಲಸ ಸಿಕ್ತು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ അതെല്ലാം കിട്ടിക്കോട്ടെ, നോ പ്രോബ്ലം. ಅದೆಲ್ಲ ಸಿಗಲಿ ಪರವಾಗಿಲ್ಲ. ഇത് കൂടെ അറിയണം. ಇದು ಕೂಡ ನಾವು ತಿಳಿದಿರಬೇಕು. സ്തോത്രം. അതെല്ലാം നല്ലതായിരിക്കും, ಅದೆಲ್ಲ പക്ഷെ ಒಳ್ಳೆಯದಾಗಿದೆ. ഇത് അറിയാതെ പോകരുത്. ಆದ್ರೆ ಇದು ತಿಳಿದಿರ ಹೋಗಬಾರದು. പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ
നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുകയാണ്. ಪುತ್ರ ಸ್ವೀಕಾರ್ಯತೆಯ ಆತ್ಮನನ್ನು ನಮ್ಮ ಒಳಗಡೆ ದೇವರು Praise the Lord. ಇಟ್ಟಿದ್ದಾರೆ. മൂന്നാമത്തെ ആത്മീയ അനുഗ്രഹം, ಮೂರನೇ ಆತ್ಮಿಕ ಆಶೀರ್ವಾದವು നമ്മളെ മുൻനിയമിച്ചു. അമേൻ. അവൻ ദത്തെടുക്കുകയും അമേൻ. അടുത്ത വാക്യം വായിച്ചാട്ടെ. മൂന്നാമത്തേത് ಮೂರನೇ ವಾಕ್ಯವನ್ನು സ്തോത്രം. 5 കഴിഞ്ഞ 6. 6ನೇ ವಾಕ್ಯ. ದಯಾಪೂರ್ವಕವಾಗಿ ಚಿತ್ತಾನುಸಾರವಾಗಿ ಮೊದಲೇ ಸಂಕಲ್ಪ ಮಾಡಿದನು. ആ ಈ ಕೃಪಾದಾನವು മുൻനിയമിച്ചു അല്ലേ? മുൻനിയമിച്ചു, ಮೊದಲನೇ ಸಂಕಲ್ಪ ಮಾಡಿದರು. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. ശ്രദ്ധിക്കണം, ಗಮನವಿಡಿ. 7 കാര്യങ്ങളായിരിക്കും ഞാൻ ഇൻ ക്രൈസ്റ്റിൽ പറയാൻ പോകുന്നത്. 7 ವಿಷಯವಾಗಿದ್ರೆ ನಾನು ಕರ್ತನಲ್ಲಿ ഈ 7 കാര്യങ്ങൾ ಈ 7 ವಿಷಯಗಳು അടുക്കായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കണം. ಇದು ಸ್ಟೆಪ್ ಆಗಿ ನಿಮ್ಮ ಹೃದಯದ ಒಳಗಡೆ ಇರಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. അടുത്ത പദം പറയാണ്, ನೆಕ್ಸ್ಟ್ ಪದ ಹೇಳ್ತಿದೆ, അവനിൽ നിങ്ങളെ മുൻനിർണയിച്ചു. ಆತನಲ್ಲಿ ನಿಮ್ಮನ್ನು ಮುನ್ನಿಯಮಿಸಿದ್ದಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദത്തെടുക്കേണ്ട പ്രിയനായി നമുക്ക് സൗജന്യമായി നൽകിയ കൃപാദനത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ಪ್ರೀತಿಯಲ್ಲಿ ನಮ್ಮನ್ನು ಏನು 6ാം ಮಾಡಿದ್ದಾರೆ? വാക്യത്തില് 6ാം വാക്യം 6ನೇ ವಾಕ್ಯ. ശ്രദ്ധിക്കുന്നുണ്ടോ? ನೀವು ಗಮನವಿಡ್ತಾ ಇದ್ದೀರಾ? കേൾക്കുന്നുണ്ടോ? ಕೇಳಿಸ್ಕೊಂತಾ ಇದ್ದೀರಾ? ആമേൻ. നമ്മളെ എന്ത് ചെയ്തു? ನಮ್ಮನ್ನು ಏನ್ ಮಾಡಿದ್ದಾರೆ? മുൻനിർണയിച്ചു. ಮುನ್ನೆ ನೇಮಿಸಿದ್ದಾರೆ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. ಇದು ತುಂಬಾ ಮುಖ್ಯವಾಗಿರುವ ಒಂದು ഈ ಪದವಾಗಿದೆ. രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനം ಈ ರಕ್ಷಣೆ ಹೊಂದುವ ದೇವರ ഒരു ಜನರು കാര്യം അറിയണം. ಒಂದು ವಿಷಯವನ್ನು ತಿಳ್ಕೊಬೇಕು. ദൈവത്തിന്റെ ದೇವರ നിത്യജ്ഞാനത്തിൽ, ನಿತ್ಯ ಜ್ಞಾನದಲ್ಲಿ, സർവജ്ഞാനം എന്ന് പറയും, ആ ಸರ್ವಜ್ಞಾನವನ್ನು സർവജ്ഞാനത്തിൽ ಆ ಸರ್ವಜ್ಞಾನದಲ್ಲಿ നിത്യതയിൽ വെച്ച് ನಿತ್ಯದಲ್ಲೇ ಇಟ್ಟು നമ്മൾ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു. ನಾವು ರಕ್ಷಣೆ ಹೊಂದಬೇಕು ಅಂತ ದೇವರು ತೀರ್ಮಾನ ಮಾಡಿದ್ರು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ശ്രദ്ധിക്കൂ, ನೀವು ಗಮನವಿಡಿ. നമ്മൾ എവിടെയോ ആരോ പറഞ്ഞിട്ട് വന്നതല്ല, ನಾವು ಎಲ್ಲೋ ಯಾರೋ ಹೇಳಿ ಬಂದಿದ್ದಲ್ಲ, എപ്പോഴോ രക്ഷിക്കപ്പെട്ടതല്ല, ಯಾವಾಗ್ಲೂ ರಕ್ಷಣೆ ಹೊಂದಿದ್ದಲ್ಲ. ദൈവം മുൻനിർണയിച്ചവരാണ് നമ്മളൊക്കെയും. ದೇವರೇ ಮುನ್ನೆ ನೇಮಿಸಿರುವಂತಹ ಹಂತನೆ. എത്ര വലിയൊരു കാര്യമാണിത്! ಅದು ಎಷ್ಟು ದೊಡ್ಡ എത്ര ವಿಷಯವಾಗಿದೆ, വലിയൊരു അറിവാണിത്! ಅದು ಎಷ್ಟು ದೊಡ್ಡ ദൈവം ತಿಳುವಳಿಕೆಯಾಗಿದೆ. നമ്മളെ അറിഞ്ഞു, ದೇವರು ನಮ್ಮನ್ನು ತಿಳಿದಿದ್ರು, ലോകസ്ഥാപനത്തിന് മുന്നേ നിയമിച്ചു. ಲೋಕ ಸ್ಥಾಪನಕ್ಕಿಂತ ಮುಂಚೆನೆ ನಮ್ಮನ್ನು ದೇವರು ನೇಮಿಸಿದ್ರು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. അത് തന്റെ പ്രിയനായവനിലാണ് നിയമിച്ചത്. ಪ್ರಿಯನಾಗಿರೋ ഇൻ ನನ್ನ ക്രൈസ്റ്റിൽ, യേശുവിൽ. ಯೇಸುನಲ್ಲಿ, Praise the ಕರ್ತನಲ್ಲಿ Lord. ನಮ್ಮನ್ನು ನೇಮಿಸಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ യേശുവിലാണ്. ನಾವು ಯೇಸುವಲ್ಲಾಗಿದ್ದೀವಿ. ആമേൻ. യേശുവിലാണ് ಯೇಸುವಲ್ಲಾಗಿದ್ದೀವಿ. ನಾವು തെരഞ്ഞെടുക്കപ്പെട്ടത്. ನಾವು ಆರಿಸಲ್ಪಟ್ಟಿರೋದು. യേശുവിന്റെ ആത്മാവിനെയാണ് ಯೇಸುವಿನ പുത്ര ಆತ್ಮನಾಗಿದೆ. സ്വീകാര്യത്തിന് വേണ്ടി തന്നത്. ಪುತ್ರ ಸ್ವೀಕಾರತೆಗೋಸ್ಕರ ದೇವರು യേശുവിലാണ് ಯೇಸು ಆಗಿದೆ. നമ്മളെ മുൻ നിയമിച്ചത് പിതാവ്. ನಮ್ಮನ್ನು ಮುನ್ನೇಮಿಸಿರೋದು ತಂದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ സ്തോത്രം പറഞ്ഞൊന്ന് കൂടണം. ನೀವು ಸ್ತೋತ್ರ ಹೇಳಿ ಸೇರ್ಬೇಕು. ആമേൻ. ಹಲ್ಲೆಲೂಯಾ. അടുത്തത് നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളതാണ് 4ാമത്തെ അനുഗ്രഹം. 4ನೇ ಆಶೀರ್ವಾದವು ನಮ್ಮನ್ನು ಕೊಂಡ್ಕೊಂಡಿದ್ದಾರೆ ಎನ್ನುವುದಾಗಿದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ആ പദം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നല്ലേ? ಆ ಪದ ಈ ರೀತಿಯಾಗಿದೆ ಬರೆದಿರೋದು. അവനിൽ ಆತನಲ್ಲಿ നമുക്ക് ನಮಗೆ അവന്റെ രക്തത്താൽ. ಆತನ ರಕ್ತದಿಂದ. ഈ അവൻ അവിടുന്ന് പ്രസംഗിച്ച് വരുമ്പോ അറിയാതെ പറഞ്ഞു പോവാണ്. ಪ್ರಸಂಗ ಮಾಡುವಾಗ ಗೊತ್ತಿಲ್ದಿರ ಹೇಳ್ತಾ ಇರೋದು കർത്താവ്. ಕರ್ತನು. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. സായിപ്പന്മാർക്ക് നമുക്ക് തന്ന വലിയൊരു ഉപകാരം ഇത്. ಫಾರಿನರ್ಸ್ ನಮಗೆ കർത്താവിനെ അവന്റെ എന്നൊക്കെ വിളിക്കാനുള്ളൊരു സാധനം എഴുതി തന്നിരിക്കുന്നു. ಕರ್ತನನ್ನು ಅವನು ಎನ್ನುವ ಒಂದು ಸ್ವಾತಂತ್ರ್ಯ ഭയങ്കര ಬರೆದು ഗിഫ്റ്റ് ಕೊಟ್ಟಿರೋದು. ആയിട്ട് ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഇത് വായിച്ച് നമ്മുടെ അകത്ത് കിടക്കുക. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. അവിടുന്ന്. ಆತನು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുത്തെ. ಆತನು. അങ്ങയുടെ. ನಿಮ್ಮ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ രക്തത്താൽ നമുക്ക് എന്ത് കിട്ടി? ಆತನ ರಕ್ತದಿಂದ ನಮಗೆ ಏನ್ ಸಿಕ್ತು? പാപങ്ങളുടെ മോചനം. ಪಾಪದ ಮೋಚನೆಯು. ശ്രദ്ധിക്കണേ. ನೀವು ಗಮನವಿಡಿ. ശ്രദ്ധിക്കുന്നുണ്ടോ? ನೀವು ಗಮನವಿಡ್ತಾ ಇದ್ದೀರಾ? ആമേൻ. പാപങ്ങളുടെ ಪಾಪಗಳ മോചനം എന്ന വീണ്ടെടുപ്പ് ലഭിച്ചു. ಮೋಚನೆಯನ್ನು വീണ്ടെടുപ്പ് ನಮಗೆ ಸಿಕ್ಕಿದೆ. 4ാമത്തെ നമ്മുടെ അനുഗ്രഹം എന്താണ്? 4ನೇ ನಮ್ಮ ಆಶೀರ್ವಾದವು ಏನಾಗಿದೆ? സ്തോത്രം. 4ാമത്തെ അനുഗ്രഹം എന്തുവാ? 4ನೇ ಆಶೀರ್ವಾದವು ಏನಾಗಿದೆ? വീണ്ടെടുപ്പ്. ನಮ್ಮನ್ನು ದೇವರು ಕೊಂಡ್ಕೊಂಡಿದ್ದಾರೆ. വീണ്ടെടുപ്പ്. ಹಲ್ಲೆಲೂಯಾ. പാപങ്ങളുടെ
ಪಾಪಗಳ മോചനം എന്ന വീണ്ടെടുപ്പ്. ಮೋಚನೆ ಎನ್ನುವ ಅದರಲ್ಲಿ ನಮ್ಮನ್ನು ഈ ಕೊಂಡ್ಕೊಂಡಿದ್ದಾರೆ. വീണ്ടെടുപ്പിന് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ಇದನ್ನ 2 ಸತಿ ಬರೆದಿದ್ದಾರೆ. 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 14ನೇ ವಾಕ್ಯದಲ್ಲಿ ಕೂಡ ಬರೆದಿದ್ದಾರೆ. അത് പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ലഭിച്ചവർക്ക്, ಪಾಪಗಳ ಮೋಚನೆಯ വീണ്ടെടുപ്പ് ಸಿಕ್ಕಿರೋರಿಗೆ ഈ ലോകത്തിൽ നിന്ന് ഉള്ള ഒരു വീണ്ടെടുപ്പുണ്ട്. ಈ ಲೋಕದಿಂದ ಒಂದು ಮೋಚನೆ ಕೂಡ ಇದೆ. അത് രണ്ടും ആമേൻ. 14-ാം വാക്യം കൂടെ ചേർത്ത് ഒന്ന് വായിച്ചത്. 14ನೇ ವಾಕ್ಯವನ್ನು ಸೇರಿ ಓದಿ. ದೇವರು ಸಂಪಾದಿಸಿಕೊಂಡ ಜನರಿಗೆ ಆ. ವಿಮೋಚನೆ ಎಂಬುದಕ್ಕೆ ಪವಿತ್ರಾತ್ಮನು ನಮ್ಮ ಬಾಧ್ಯತೆ ಸಂಚಕಾರವಾಗಿದ್ದಾನೆ. സ്തോത്രം. അവിടെ പറയുന്നത് ಅಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು ದೇವರು പരിശുദ്ധാത്മാവിനെ എന്ത് തന്നിരിക്കുന്ന പവിത്രാത്മാവിനെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ അച്ചാരമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. ವಿಮೋಚನೆ ಅವಕಾಶಕ್ಕೋಸ್ಕರ ದೇವರ ಪವಿತ್ರಾತ್ಮನ ನಮ್ಮನ್ನು ಮುದ್ರೆ ಹಾಕಿದ್ದಾರೆ. അല്ലേ? ദൈവത്തിന് സ്തോത്രം. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ಅಲ್ಲಿಗೆ ನಮಗೆ ಬರೋಣ. ഈ 4-ാമത്തെ ആത്മീയ അനുഗ്രഹം, ಈ 4ನೇ ಆತ್ಮೀಯ ಆಶೀರ್ವಾದವು നമ്മളെ ഒരു സമയമായപ്പോൾ ನಮ್ಮನ್ನು ಒಂದು ಸಮಯವಾದಾಗ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തു എന്നുള്ളതാണ്. ಈ ಲೋಕದಿಂದ ದೇವರು ನಮ್ಮನ್ನು ಕೊಂಡ್ಕೊಂಡಿದ್ದಾರೆ. അത് എന്ത് വീണ്ടെടുപ്പാണ്? ಅದು ಎಂತಕ್ಕೋಸ್ಕರವಾಗಿದೆ? പാപത്തിന്റെ മോചനം എന്ന വീണ്ടെടുപ്പ്. ಪಾಪದ ಮೋಚನೆ ಎನ್ನುವುದಾಗಿ ನಮ್ಮನ್ನು അത് ಕೊಂಡ್ಕೊಂಡಿದ್ದಾರೆ. എന്തുകൊണ്ടാണ് നടന്നേ? ಅದು ಎಂತಕ್ಕೋಸ್ಕರವಾಗಿ? യേശുവിന്റെ രക്തത്താൽ നടന്നു. ಯೇಸುವಿನ ರಕ್ತದ ಮೂಲಕ ನಡೆಯಿತು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ನಾವು ಲೋಕದಲ್ಲಿ ಬದುಕ್ತಾ ಇದ್ದಾಗ സാത്താന്റെ അടിമയായി, ಸಾತಾನ ಗುಲಾಮರಾಗಿ, ലോകത്തിന് അടിമയായി, ಲೋಕದ ಗುಲಾಮರಾಗಿ, പാപത്തിന് അടിമയായി, ಪಾಪದ ಗುಲಾಮರಾಗಿ, പാപത്താൽ ബന്ധിക്കപ്പെട്ട്, ಪಾಪದಿಂದ ಬಂಧಿಸಲ್ಪಟ್ಟು, സാത്താനാൽ ബന്ധിക്കപ്പെട്ട്, ಸಾತಾನಿಂದ ಬಂಧಿಸಲ್ಪಟ್ಟು, ലോകമോഹങ്ങൾക്ക് അടിമയായി, ಲೋಕದ ಮೋಸಕ್ಕೆ ಗುಲಾಮರಾಗಿ, ലക്ഷ്യമില്ലാതെ ಗುರಿ ಇಲ್ದಿರ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ನಾವು ಬದುಕುವ ಸಮಯದಲ್ಲಿ അവന്റെ രക്തത്താൽ ಆತನ ರಕ್ತದಿಂದ പാപമോചനം അരുളിയത് ಪಾಪ ಮೋಚನವನ್ನು ಕೊಟ್ಟು ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ಲೋಕದಿಂದ ನಮ್ಮನ್ನು സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ്. ಇದೊಂದು ಸ್ಪಿರಿಚುವಲ್ ಬ್ಲೆಸ್ಸಿಂಗ್ ಆಗಿದೆ. നിങ്ങൾ പറയണം, ನೀವು ಹೇಳಬೇಕು, അവന്റെ രക്തത്താൽ ಆತನ ರಕ್ತದಿಂದ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, ನನ್ನನ್ನು ಕೊಂಡ್ಕೊಂಡಿದ್ದಾನೆ. അവന്റെ സ്നേഹത്താൽ ಆತನ ഞാൻ ಪ್ರೀತಿಯಿಂದ മുന്നേക്കപ്പെട്ടു, ನಾನು ನಿರ್ಣಯಿಸಲ್ಪಟ್ಟಿದ್ದೀನಿ. അവന്റെ കരുണയാൽ ಆತನ ಕರುಣೆಯಿಂದ ഞാൻ ദത്തെടുക്കപ്പെട്ടു. ನಾನು ದತ್ತು ತಗೊಂಡಿದ್ದೀನಿ. അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ ಲೋಕ ಸ್ಥಾಪನಕ್ಕೆ എന്നെ തെരഞ്ഞെടുത്തതാണ്. ನನ್ನನ್ನು ഞാൻ ಆರಿಸಿದ್ದಾನೆ. പാഴല്ല, ನಾನು ഞാൻ ಹಾಳಲ್ಲ, പൊടിയല്ല, ನಾನು ಗೋಡಿಯಲ್ಲ, ഞാൻ ശൂന്യമല്ല, ನಾನು ಶೂನ್ಯವಲ್ಲ, അമൂല്യമായതും ಅಮೂಲ್ಯವಾಗಿರುವುದು, വിലയേറിയതും ಬೆಲೆ ಇರುವುದು, ദൈവത്തിന് പ്രസാദകരവും ದೇವರಿಗೆ ദൈവത്തിന്റെ ಪ್ರಸಾದಕರವಾಗಿರುವುದು, പുകഴ്ചയും ഒക്കെയാണ് ഞാൻ. ದೇವರ ಹೊಗಳಿಕೆ ಎಲ್ಲ ദൈവത്തിന്റെ സ്തോത്രം. ದೇವರಿಗೆ എന്റെ ಸ್ತೋತ್ರ. ദൈവം എന്നെ കണ്ടതാണ്. ದೇವರು ನನ್ನನ್ನು ನೋಡಿರೋದಾಗಿದೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ എന്റെ ಸ್ತೋತ್ರ. ദൈവം എന്നെ കണ്ടിരുന്നു. ನನ್ನ ದೇವರು ನನ್ನನ್ನು ನೋಡಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ, സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. അപ്പോൾ ഇപ്പൊ എത്രണ്ണമായി? ಇವಾಗ ಎಷ್ಟಾಯ್ತು? 4 അനുഗ്രഹമായി. ಇವಾಗ 4 ಆಶೀರ್ವಾದವಾಯಿತು. 5-ാമത്തെ അനുഗ്രഹം, 5ನೇ ಆಶೀರ್ವಾದ, ഇൻ ക്രൈസ്റ്റിൽ ಕರ್ತನಲ್ಲಿ നമുക്ക് അവകാശം ലഭിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ನಮಗೆ ಅವಕಾಶವು ಸಿಕ್ಕಿದೆ ಅಂತ ಬರ್ದಿದೆ. എഴുതിയിട്ടുണ്ടോ അവിടെ? ಅಲ್ಲಿ ಬರ್ದಿದ್ಯಾ? വായിച്ചേ, ಓದಿ. ಆತನ ಪ್ರೀತಿಯಲ್ಲಿಯೇ ನಮಗೆ ದೊರೆಯಿತು. ಈ ಕೃಪಾದಾನವು ಆತನ ಪ್ರೀತಿಯಲ್ಲಿಯೇ ನಮಗೆ ದೊರೆಯಿತು. ഈ കൃപാദാനം എന്ന് എഴുതിയിട്ടുണ്ടോ? ಅದೇ. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ അതിന്റെ താഴെവശം ഒന്ന് വായിച്ചട്ടെ. അതിനകത്തൊരു അവകാശം എന്നൊരു പദം കിടപ്പുണ്ടായിരുന്നു. ഇത് ഈ വീണ്ടെടുപ്പിന് ശേഷം അടുത്തത് നമുക്കവിടെ കാണാൻ പറ്റുന്നത്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമോചനം വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പോൾ അഞ്ചാമത്തേത് എന്തുവാണ്? 5ನೇದು ಏನಾಗಿದೆ? 5-ാമത്തെ അനുഗ്രഹം എന്തുവാണ്? 5ನೇ ಆಶೀರ್ವಾದವು ಏನಾಗಿದೆ? ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ അടുത്ത ആഴ്ച. ನೆಕ್ಸ್ಟ್ ವಾರ ನಾನು ಪ್ರಶ್ನೆಯನ್ನು ಕೇಳ್ತೀನಿ. സ്തോത്രം. 5-ാമത്തെ അനുഗ്രഹം എന്തുവാണ്? 5ನೇ ಆಶೀರ್ವಾದವು ಏನಾಗಿದೆ? ರಹಸ್ಯವಾದ സകല ജ്ഞാനവും നൽകി.
ಎಲ್ಲ ಜ್ಞಾನವನ್ನು ಕೊಟ್ಟು. ഞാനൊരു കാര്യം പറയട്ടെ, ನಾನೊಂದು ವಿಷಯನ ಹೇಳ. ഈ തിരുവചനം ಈ ದೇವರ ವಾಕ್ಯವು ദൈവമക്കൾക്ക് ದೇವರ ಮಕ್ಕಳಿಗೆ തരുന്ന ಕೊಡುವ ഏറ്റവും വലിയ കൃപാവരം ತುಂಬಾ ದೊಡ್ಡ ಕೃಪಾ ವರವು ജ്ഞാനത്തിന്റെ വരമാണ്. ಜ್ಞಾನದ ವರವಾಗಿದೆ. യേശുവിനൊരു പേരുണ്ട്, ಯೇಸುವಿಗೆ ಒಂದು ಹೆಸರಿದೆ, ജ്ഞാനം എന്ന പേരുണ്ട്. ಜ್ಞಾನ ಎನ್ನುವ ಒಂದು ಹೆಸರಿದೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പം നമ്മള് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? ನಾವು ತುಂಬಾ ಹೆಚ್ಚಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋದು ಎಂತಕ್ಕೋಸ್ಕರವಾಗಿರ್ಬೇಕು? ദൈവവചനത്തിന്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ കടക്കണം. ದೇವರ ವಾಕ್ಯದ ಜ್ಞಾನವು ನಮ್ಮ ಒಳಗಡೆ ಇರಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ, പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. അപ്പം ഈ ദൈവം നമുക്ക് ആമേൻ എന്തോ സകല ജ്ഞാനവും എങ്ങനെയാ തന്നിരിക്കുന്നേ? വിവേകത്തോടെ തന്നു. ನಮಗೆ ಎಲ್ಲ ಜ್ಞಾನವು ದೇವರು ವಿವೇಕದಿಂದ ಕೊಟ್ಟಿದ್ದಾರೆ. എങ്ങനെ ഉപയോഗിക്കണം, ನಾವು ಯಾವ ರೀತಿಯಲ್ಲಿ എപ്പോ ഉപയോഗിക്കണം, ಯಾವಾಗ ಉಪಯೋಗಿಸಬೇಕು? ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ അതൊന്ന് പറഞ്ഞേ. ನೀವದನ್ನು ಹೇಳಿ, എന്റെ കർത്താവേ, ನನ್ನ ಕರ್ತನೆ, സ്വർഗീയ അനുഗ്രഹത്തിൽ ಪರಲೋಕದ ಆಶೀರ್ವಾದದಲ್ಲಿ ദൈവിക ജ്ഞാനത്തെ ದೈವಿಕ ಜ್ಞಾನವನ್ನು വിവേകത്തോടുകൂടെ ವಿವೇಕದಿಂದ സഭയ്ക്ക് നൽകിയെന്ന് ಸಭೆಗೆ ಕೊಟ್ಟಿದ್ದೀರಿ. വചനം പറയുന്നു. ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ, എന്റെ അജ്ഞതയെല്ലാം മാറ്റിയിട്ട്, ನನ್ನ ಅಜ್ಞಾನವೆಲ್ಲ അറിവില്ലായ്മ എല്ലാം മാറ്റിയിട്ട് ತಿಳುವಳಿಕೆ ಇಲ್ದಿರೋದೆಲ್ಲ ഈ ನೀಗಿಸಿ സ്പിരിച്വൽ ബ്ലെസ്സിംഗിലേക്ക്, ಈ ಸ್ಪಿರಿಚುವಲ್ ഈ ಬ್ಲೆಸ್ಸಿಂಗ್, ദൈവജ്ഞാനത്തിലേക്ക് ಈ ದೇವರ ಜ್ಞಾನಕ್ಕೋಸ್ಕರ എന്നെ ഒന്ന് നടത്തണമേ. ನನ್ನನ್ನು ನಡೆಸಬೇಕು ದೇವರೇ. വിവേകം തരണമേ, ವಿವೇಕವನ್ನು ಕೊಡಬೇಕು, ദൈവജ്ഞാനം തരണമേ. ದೇವರ ಜ್ಞಾನವನ್ನು ಕೊಡಬೇಕು. Praise the Lord. ಹಲ್ಲೆಲೂಯ. അടുത്ത അനുഗ്രഹം എന്താണ്? ನೆಕ್ಸ್ಟ್ ಆಶೀರ್ವಾದ ಏನಾಗಿದೆ? സകല ജ്ഞാനവും വിവേകവുമായി തന്നു. ಎಲ್ಲ ಜ್ಞಾನವು ವಿವೇಕವಾಗಿ ಕೊಟ್ಟು 5 എണ്ണമായി. 5 ಆಯ್ತು. ആറാമത്തേത് എന്തുവാണ്? 6ನೇದು ಏನಾಗಿದೆ? അവനിൽ നാം അവകാശം പ്രാപിച്ചു. 11ാമത്തെ വാക്യം 11ನೇ ವಾಕ್ಯ അല്ലേ? 11ാം വാക്യം ഒന്ന് വായിച്ചേ. ಕ್ರಿಸ್ತನಲ್ಲಿ ಸಮಸ್ತವು ಒಂದಾಗುವುದು. ಆ. ಇದಲ್ಲದೆ ಆತನಲ್ಲಿ ನಮ್ಮ ದೇವರ ಸ್ವಕೀಯ ಪ್ರಜೆಯಾದೆವು. ಬರಬೇಕಾದ ಕ್ರಿಸ್ತನನ್ನು ഇല്ല ಎದುರು ഇല്ല, ആ ನೋಡುತ್ತಿದ್ದ വാക്യം എന്ത് ചെയ്യും? 11ാമത്തെ വാക്യത്തിൽ അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്ന വാക്യം എന്ത് ചെയ്യും? ഇല്ലേ? മലയാളത്തിൽ വായിച്ചോ? ഇംഗ്ലീഷ് ഒന്ന് വായിച്ച ആ വാക്യം. ഇൻഹെറിറ്റൻസ് അല്ലേ? ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ಗಮನವಿಡಿ. അടുത്ത ആത്മീയ അനുഗ്രഹം. ನೆಕ್ಸ್ಟ್ ಆತ್ಮೀಯ ಆಶೀರ್ವಾದವು, ഇതെല്ലാം സ്പിരിച്വൽ ആണ്. ಇದೆಲ್ಲ ಆತ್ಮೀಯ ಆಶೀರ್ವಾದವಾಗಿದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഇത് എന്തല്ല? ಇದು ಏನಲ್ಲ, മെറ്റീരിയൽ അല്ല. ಇದು ಮೆಟೀರಿಯಲ್ ಅಲ್ಲ. നമ്മള് മിക്കവാറും 21 ദിവസവും 40 ദിവസവും എല്ലാം ഉപവസിക്കുന്ന എല്ലാം എന്തെങ്കിലും മെറ്റീരിയൽ കാര്യത്തിന് വേണ്ടിയായിരിക്കും. ನಾವು 21 ದಿವಸ 41 ದಿವಸ ಉಪವಾಸ ಎಲ್ಲ ಮಾಡೋದು ಮೆಟೀರಿಯಲ್ ವಿಷಯಗೋಸ್ಕರವಾಗಿರುತ್ತೆ. ഈ ആത്മീക വിഷയങ്ങളൊന്നും കാണാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാറില്ല. ಆತ್ಮಿಕ ವಿಷಯವನ್ನು ನೋಡೋಕೋಸ್ಕರ ಕೂಡ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋದಿಲ್ಲ. നമ്മൾ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ನಾವು ಅದಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ഇവിടെ പറയുന്നു, ಇಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು, ക്രിസ്തുയേശുവിൽ നമ്മളെ അവകാശികളാക്കി മാറ്റി. ಕ್ರಿಸ್ತು ಯೇಸುವಲ್ಲಿ ನಮ್ಮನ್ನು ಅವಕಾಶಿಗಳಾಗಿ ದೇವರು ഒരു വലിയ ಮಾಡಿದ್ದಾರೆ. സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ്. ಒಂದು ದೊಡ್ಡ ಆತ್ಮೀಯ ಆಶೀರ್ವಾದವಾಗಿದೆ. യേശു ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ಯೇಸು ಮೊದಲನೇದಾಗಿ ಹೇಳುವ ಒಂದು ವಿಷಯವಿದೆ. എന്നെ അയച്ചിരിക്കുന്നത് ನನ್ನನ್ನು ಕಳಿಸಿರೋದು ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ ഇടയ്ക്കിലേക്കാണ്. ಇಸ್ರಾಯೇಲಿನಲ್ಲಿ ಕಳೆದು ಹೋಗಿರುವ ಕುರಿಗಳ ಮಧ್ಯದಲ್ಲಿ ನನ್ನನ್ನು ಕಳಿಸಿರೋದು. ഈ യഹൂദന്മാർക്കൊരു ചിന്തയുണ്ടായിരുന്നു. ಈ ಯಹೂದರಿಗೆ ಒಂದು ಚಿಂತೆ ಇತ್ತು, മശിക അവർക്ക് മാത്രം വരുന്നതാണ്. ಮಸೀಹ ಅವರಿಗೋಸ್ಕರ ಮಾತ್ರ ಬರುವುದು ಎನ್ನುವುದು. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഈ പ്രൈസ് ലോർഡ് അവര് ആമേൻ ഈ എന്താ സഫറിംഗ് സെർവന്റ് എന്ന് പറഞ്ഞൊരു ക്രൈസ്റ്റ് ഉണ്ട്, മശിക ഉണ്ട്. സഫറിംഗ് സെർവന്റ്, ಸಬ್ರಿನ್ ಸರ್ವೆಂಟ್ ಎನ್ನುವ ಒಂದು ಮೆಸ್ಸಿಹ ಇದ್ದಾರೆ. കഷ്ടപ്പെടുന്ന ദാസൻ. ಕಷ್ಟಪಡುವ ದಾಸನು. ആ ഒരു മശികായി ഇവർക്ക് കാണാനേ പറ്റിയില്ല. ಆ ಒಂದು ಮೆಸ್ಸಿಹನ ಇವರಿಗೆ ನೋಡಕ್ಕೆ ಆಗಲಿಲ್ಲ. ഇവർക്ക് കാണാൻ പറ്റിയത് രാജാവായി വരുന്ന മശികായാണ്. ಇವರಿಗೆ ಕಾಣಿಸೋದು ಅರಸನಾಗಿ ಬರುವ ಮೆಸ್ಸಿಹನ ಮಾತ್ರ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അപ്പോൾ അവർ ആ മശികായ രാജാവായ മശികായിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ಇವರು ಅರಸನಾಗಿರುವ ಮೆಸ್ಸಿಹನು ಕಾಯ್ತಾ ಇರುವುದು. ഈ സഫറിംഗ് സെർവന്റ്, ಈ ಕಷ್ಟಪಡುವ ಸರ್ವೆಂಟ್, അത് ലോകത്തിന് വേണ്ടി മുഴുവനുള്ളതാണ്. ಅದು ಲೋಕಕ್ಕೆ ಪೂರ್ತಿ ಇರುವುದಾಗಿದೆ. ഇവര് പ്രതീക്ഷിക്കുന്ന മശിക അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ಇವರು ಅನ್ಕೊಂಡ್ರೆ ಮೆಸ್ಸಿಹ ಅವರಿಗೋಸ್ಕರ ಮಾತ್ರ ಇರುವುದು ಎನ್ನುವುದು. ദൈവത്തിന് സ്വന്തം. അതുകൊണ്ടാണ് യഹൂദന്മാർ ഇന്നും മശികായെ കാത്തിരിക്കുന്നത്. ಅದಕ್ಕೋಸ್ಕರ ಯಹೂದರು ಇವಾಗಲೂ ಮೆಸ್ಸಿಹನನ್ನು ಕಾಳ್ತಾ ಇರುವುದು. എല്ലാ വർഷവും പോയി വിലാപമതിൽ അവർ തലയടിച്ച് കരയുകയാണ്, മശികായെ വരണേ എന്ന് പറഞ്ഞു. ಎಲ್ಲದ ಗೋಡೆಗೆ ಹೋಗಿ ತಲೆಯನ್ನು ಗುದ್ದು ಇವರು ಹೇಳ್ತಿದ್ದಾರೆ, ಮಸಿಹ ನೀನು ಬರಬೇಕು ಎನ್ನುವುದು. യെശയ്യാവ് 53ാം അധ്യായത്തിലും ಯೆಶಾಯ 53ನೇ ಅಧ್ಯಾಯದಲ್ಲೂ, ആമേൻ, സങ്കീർത്തനം 22ലും, ಕೀರ್ತನೆ 22ಅಲ್ಲೂ,
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒക്കെ പറഞ്ഞ ആ സഫറിംഗ് മഷിക, ಎಲ್ಲ ಹೇಳಿರುವ ಆ ಮಸಿಯನು, ആ മഷികായി അവർക്ക് കാണാൻ പറ്റിയില്ല. ಆ ಮಸಿಯನನ್ನು ಅವರಿಗೆ ನೋಡಕ್ಕೆ ಆಗಲಿಲ್ಲ. അതുകൊണ്ട് ക്രൂശിൽ മരിച്ചവനെ അവർ വിശ്വസിക്കാൻ തയ്യാറല്ല. ಸಿಲುಬೆಯಲ್ಲಿ ಸತ್ತವರನ್ನು ಅವನಿಗೆ ನಂಬೋಕೆ ಅವರು ರೆಡಿ യേശുവിന്റെ ಆಗಿಲ್ಲ. ശിഷ്യന്മാരിൽ അനേകർ ಯೇಸುವಿನ ಶಿಷ್ಯರು ಅನೇಕರು യെരൂശലേം വരെയും ಯೆರೂಸಲೇಮಿನವರೆಗೂ കുരുത്തോലകൾ ഉയർത്തി ಕುರುತೋಲಗಳನ್ನು ಎತ್ತಿ ദാവീദിന്റെ പുത്രന് ഹോസന്ന എന്ന് പറഞ്ഞു. ದಾವೀದ ಕುಮಾರನಿಗೆ ಹೋಸನ್ನ ಅಂತ അവർ ಹೇಳಿದ್ರು. വിചാരിച്ചു ಅವ್ರು ಅನ್ಕೊಂಡ್ರು ഇപ്പോൾ രാജ്യഭരണം മാറും, ಇವಾಗ ಅರಸನ ಆಳ್ವಿಕೆ രാജ്യത്വം യേശു ഏറ്റെടുക്കും, ರಾಜ್ಯತ್ವವು ದೇವರ ಸ್ವೀಕಾರ, യെരൂശലേമിൽ ക്രിസ്തു ഭരിക്കും. ಯೆರೂಸಲೇಮಲ್ಲಿ ಕ್ರಿಸ್ತನ ಆಳ್ವಿಕೆ ಮಾಡ್ತಾರೆ. അവർ ആ ജയ് വിളിച്ചിട്ട് ಅವರ ಜಯಗಳನ್ನು യേശു ಕರೆದು തിരിച്ചു വന്നപ്പോഴും ಯೇಸು ವಾಪಸ್ ಬಂದಾಗಲೂ അവരുടെ വിചാരം ಅವರ ನಂಬ್ತಾ ಇರೋದು മഷിക രാജ്യത്വം ഏറ്റെടുക്കും. ಮಸಿಯ ಅರಸತ್ವವನ್ನು ಹೊಂದ್ಕೊಂತಾರೆ. പക്ഷെ അവിടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ಅವರ ನಿರೀಕ್ಷೆಗಳನ್ನು ತಪ್ಪಿಸಿ മഷിക പിടിക്കപ്പെട്ടു, ಮಸಿಯ ಹಿಡಿಯಲ್ಪಟ್ರು, മഷിക കൊല്ലപ്പെട്ടു, ಮಸಿಯ ಪ್ರಾಣವನ್ನು ക്രൂശീകരിക്കപ്പെട്ടു, ಸಿಲುಬೆಯಲ್ಲಿ ಹಾಕಿದ್ರು, അടക്കപ്പെട്ടു. ಮಣ್ಣು അവരുടെ ಮಾಡಲ್ಪಟ್ರು. പ്രതീക്ഷകളെല്ലാം തകർന്ന ശേഷം ಅವರ ನಿರೀಕ್ಷೆಗಳೆಲ್ಲ ಒಡೆದೋಗಿದ ನಂತರ ഉയർപ്പാണ് ಪುನರುದ್ಧಾನವಾಗಿದೆ. സഫറിംഗ് ക്രൈസ്റ്റിനെ കുറിച്ച്, ಸಫರಿಂಗ್ ಕ್ರೈಸ್ತನ ಕುರಿತು, സഫറിംഗ് സെർവന്റിനെ കുറിച്ച് ಸಫರಿಂಗ್ ಸರ್ವೆಂಟ್ അവിടെ ഉള്ളിൽ ബോധം കൊടുത്തത്. ಅವರ ಒಳಗಡೆ ಜ್ಞಾನವನ್ನು ಕೊಟ್ಟು ദൈവത്തിന് സ്തോത്രം. അതിൽ വിശ്വസിച്ചവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ಅದರಲ್ಲಿ ನಮ್ದವರೆಲ್ಲ ರಕ್ಷಣೆ, ജാതികൾക്ക് രക്ഷയുണ്ടെന്ന് മനസ്സിലായി. ಜಾತಿಗಳಿಗೆ ರಕ್ಷಣೆ ಇದೆ ಅಂತ ಅವರಿಗೆ ಗೊತ್ತಾಯಿತು. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ನಾನು ಹೇಳ್ತೀನಿ, യഹൂദന്മാർക്ക് വേണ്ടി വന്ന മഷിക ಯಹೂದರಿಗೋಸ್ಕರ ಬಂದಿರೋ നമുക്ക് ಮಸಿಹ കൂടി സ്വന്തമായി എന്നാണ്. ನಮಗೂ ಕೂಡ ಸ್ವಂತ അവനിൽ നാം അവകാശം പ്രാപിച്ചു. ಆತನಲ್ಲೂ ಕೂಡ ನಾವು ಅವಕಾಶವನ್ನು ദൈവപുത്രനിലുള്ള ಹೊಂದಿದ್ದೀವಿ. അവകാശം, ದೇವರ ಕುಮಾರನಲ್ಲಿರುವ ಅವಕಾಶವು, ദൈവപുത്രനിലുള്ള ഷെയറിംഗ്, ದೇವರ ಕುರಿತಲ್ಲಿರುವ ಒಂದು ദൈവപുത്രനുള്ള ಹಂಚಿಕೆ, ഇൻഹറൻസ്, ದೇವರ കുറിച്ചുള്ള ಇನ್ಹೆರಿಟೆನ್ಸ್, ഇൻഹറൻസ്. പ്രൈസ് ദി ലോർഡ്, ಇನ್ಹೆರಿಟೆನ್ಸ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. അതിനെ കുറിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ಅದನ್ನ ಕುರಿತಾಗಿದೆ ಅಲ್ಲಿ ಬರ್ದಿರೋದು. ആമേൻ. ഓരോരുത്തരും പറയണം, ಒಬ್ಬೊಬ್ರು ಹೇಳಬೇಕು, എനിക്ക് യേശുവിൽ അവകാശമുണ്ട്, ನನಗೆ ಯೇಸುವಲ್ಲಿ ಪಾಲುಗಾರಿಕೆ എനിക്ക് ಇದೆ, യേശുവിൽ അവകാശമുണ്ട്, ನನಗೆ ಯೇಸುನಲ್ಲಿ ಪಾಲುಗಾರಿಕೆ ಇದೆ, എനിക്ക് ആ ബ്ലെസ്സിംഗ് എന്റെ ജീവിതത്തിലുണ്ട്. ನನಗೆ ಆಶೀರ್ವಾದ ನನ್ನ ಜೀವನದಲ್ಲಿ എത്ര ಇದೆ. ധൈര്യമാണ് ಎಷ್ಟು ആ ಧೈರ್ಯವಾಗಿದೆ കൃപാസനത്തിന് അടുക്കളേക്ക് ಆ ചെല്ലുവാൻ. ಕೃಪಾಸನದ ಬಳಿಗೆ ಹೋಗೋಕೆ. എന്റെ സ്വന്തമാണ് യേശു, ನನ್ನ ಸ್ವಂತವಾಗಿದ್ದಾರೆ എന്റെ ಯೇಸು. കൂടിയാണ് യേശു, ನನ್ನ ಜೊತೆಗಾಗಿದ್ದಾರೆ എന്റെ ಯೇಸು. അവകാശമാണ് എന്റെ ನನ್ನ യേശു. ಅವಕಾಶವಾಗಿದ್ದಾರೆ ಯೇಸು. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ನಿಮಗೆ ಹೇಳೋಕಾಗ್ತಾ എന്റെ ಇದೆಯಾ? അവകാശമാണ് എന്റെ യേശു. ನನ್ನ ಪಾಲಾಗಿದ್ದಾರೆ ഇത് ಯೇಸು പറയുമ്പോൾ തന്നെ ಅಂತ ಹೇಳುವಾಗ പല ബന്ധനങ്ങളും പൊട്ടും, ಹಲವಾರು ಬಂಧನಗಳು പല ಬಿಚ್ಚಲ್ಪಡುತ್ತೆ. കെട്ടുകളും താഴും, ಹಲವಾರು ಕಟ್ಟುಗಳು പല ಬಿಚ್ಚಲ್ಪಡುತ್ತೆ. അന്ധകാരങ്ങളും വിട്ടൊഴിയും. ಹಲವಾರು ഞാൻ ಅಂಧಕಾರಗಳು യേശുവിന് ಬಿಚ್ಚಲ್ಪಡುತ್ತೆ. സ്വന്തം, ಯೇಸು ನನ್ನ യേശു ಸ್ವಂತ. എനിക്ക് സ്വന്തം, ಯೇಸು ನನಗೆ ಸ್ವಂತ. യേശു എന്റെ അവകാശം, ಯೇಸು ನನ್ನ ഞാൻ ಅವಕಾಶ. യേശുവിന് അവകാശം. ನಾನು ಯೇಸುವಿನ അവൻ ಪಾಲಾಗಿದ್ದೀನಿ. എന്റേതാണ്, ಆತನು ನನ್ನ ഞാൻ അവനുള്ളതാണ്. ನಾನು ಆತನಿಗೆ ಇರುವುದಾಗಿದ್ದೀನಿ. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ എന്ത് പ്രാപിച്ചു? ನಾವು ಏನು ಹೊಂದಿದ್ದೀವಿ? അയ്യോ, എന്തെങ്കിലും കേൾക്കുന്നേക്കാളും അധികമായിട്ട് ಏನಾದ್ರೂ ಕೇಳೋಕ್ಕಿಂತ ഞാൻ ಹೆಚ್ಚಾಗಿ യേശുവിൽ അവകാശം പ്രാപിച്ചു. ನಾನು ಯೇಸುವಲ್ಲಿ ಪಾಲುಗಾರಿಕೆ ಹೊಂದಿದ್ದೀನಿ. പോകുന്ന വഴിക്ക് അതങ്ങ് പറഞ്ഞുകൊണ്ട് പോക്കോണം. ಹೋಗುವ ದಾರಿಯಲ್ಲ ನಾವು ಅದನ್ನ ಹೇಳ್ಕೊಂಡು ഞാൻ ಹೋಗ್ಬೇಕು. യേശുവിൽ അവകാശം പ്രാപിച്ചു. ನಾನು ಯೇಸುವಿನ ಅವಕಾಶವನ್ನು ഞാൻ ಹೊಂದಿದ್ದೀನಿ. യേശുവിൽ അവകാശം പ്രാപിച്ചു. ನಾನು ಯೇಸುವಲ್ಲಿ പാലുകാരിಕೆ എന്റെ ಹೊಂದಿದ್ದೀನಿ. ഏറ്റവും വലിയ അനുഗ്രഹം ನನ್ನ ದೊಡ್ಡ ಆಶೀರ್ವಾದ എന്റെ യേശുവിൽ ലഭിച്ച അവകാശമാണ്. ನನ್ನ ಯೇಸುವಲ್ಲಿ ಸಿಕ್ಕಿರುವ ಅವಕಾಶವಾಗಿದೆ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ഏഴാമത്തെ അനുഗ്രഹമാണ് ಏಳನೇ ಆಶೀರ್ವಾದವಾಗಿದೆ. അവന്റെ പുകഴ്ചയ്ക്കായിട്ട്, ಅವನ ಹೊಗಳುವಿಕೆಗಾಗಿ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ನಮ್ಮ ವಿನಡುವಿಕೆಗೋಸ್ಕರ പരിശുദ്ധാത്മാവ് ಪವಿತ್ರಾತ್ಮನು എന്ന ಎಂತ അച്ചാരം ಅಚ್ಚಾರವು വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് തന്നു. ಪುನರುತ್ಥಾನಕ್ಕೋಸ್ಕರ ನಮಗೆ ಕೊಟ್ಟಿರುವುದು. ഏഴാമത്തെ അനുഗ്രഹം എന്തുവാ? ಏಳನೇ ಆಶೀರ್ವಾದ ಏನಾಗಿದೆ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഏഴാമത്തെ അനുഗ്രഹം എന്തുവാ? ಏಳನೇ ಆಶೀರ್ವಾದ ಏನಾಗಿದೆ? നമ്മുടെ മേൽ ನಮ್ಮ ಮೇಲೆ പരിശുദ്ധാത്മാവിനാൽ ಪವಿತ್ರಾತ್ಮನಿಂದ ഒരു മുദ്ര ഇട്ടു. ಒಂದು ಮುದ್ರೆಯನ್ನು ಹಾಕಿದ್ದಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഒരു മുദ്ര ಒಂದು ಮುದ್ರೆ ഇട്ടു. എന്തിനു വേണ്ടിയെന്ന് അറിയാവോ? ಎಂತಕ್ಕೋಸ್ಕರ ಅಂತ ഈ ಗೊತ್ತಾ? മുദ്രയുള്ളതെല്ലാം ಈ ಮುದ್ರೆ ಇರುವುದು ಎಲ್ಲವೂ യേശുവിൻ്റെതാണ്. ಯೇಸುವುದಾಗಿದೆ. ഈ മുദ്രയുള്ളതെല്ലാം ಈ ಮುದ್ರೆ ಇರುವುದು ಎಲ್ಲವೂ യേശുവിന്റെ വരവിങ്കൽ ಯೇಸುವಿನ ಬರವಣಿಗೆಗೋಸ್ಕರ വീണ്ടെടുക്കപ്പെടും. ಮತ್ತೆ ಹೊಂದ್ಕೊಂಡು ಬರ್ತಾರೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അപ്പോൾ മുദ്ര ഇല്ലാത്തത് ಮುದ್ರೆ ಇಲ್ದಿರೋದು ಎಲ್ಲವೂ വീണ്ടെടുപ്പിൽ എടുക്കപ്പെടത്തില്ല. ಅದು ಹೊಂದ್ಕೊ വീണ്ടെടുപ്പിൽ എടുക്കപ്പെടത്തില്ല. ಹಲ್ಲೆಲೂಯಾ ತೆಗೆಯಲ್ಪಡೋದಿಲ್ಲ. അപ്പോൾ ഇൻ ക്രൈസ്റ്റിൽ ಕರ್ತನಲ್ಲಿ 7 അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചു. 7 ಆಶೀರ್ವಾದವನ್ನು ನಾವು ಹೊಂದಿದ್ದೀವಿ. ഇത്
നമ്മൾ അറിഞ്ഞ് ಇದು ನಾವು ತಿಳಿದು ദൈവത്തിന് സ്തോത്രം പറയണം. ದೇವರಿಗೆ ನಾವು ಸ್ತೋತ್ರವನ್ನು എഫേസ്യ ಹೇಳಬೇಕು. ലേഖനം ಎಫೆಸ್ಯ ಲೇಖನ എഴുതുമ്പോൾ ಬರೆಯುವಾಗ ആമേൻ അർത്തമേസ് ദേവിയെ ಅರ್ತಮಸ್ ದೇವಿಯನ್ನು ആരാധിച്ചിരുന്ന എഫോസോസിലെ ಆರಾಧನೆ ಮಾಡ್ತಾ ಇದ್ದ ಎಫೆಸಸ್ ಅಲ್ಲಿ പട്ടണ നിവാസികൾ ಪಟ್ಟಣ ನಿವಾಸಿಗಳು എല്ലാ അനുഗ്രഹത്തിന്റെയും ಎಲ್ಲ ಆಶೀರ್ವಾದಗಳ ഉറവിടം ದಾರಿಯು അർത്തമേസ് ദേവിയാണെന്ന് കരുതി ಅರ್ತಮಸ್ ದೇವಿ ಅಂತ ತಿಳಿದು അത് ആകാശത്ത് നിന്ന് വീണ ಅದು ಆಕಾಶದಿಂದ ಬಿದ್ದಿರುವ വിഗ്രഹമാണെന്നും ವಿಗ್ರಹವಾಗಿದೆ ಎಂದು അതാണ് അവിടെ ദൈവമെന്നും ಅದಾಗಿದೆ ಅವರ ದೇವರು ಎಂದು ವಿಚಾರಿಸು. ಅವರು ആ ತಿಳ್ಕೊಂಡಿದ್ರು. അർത്തമേസ് ദേവിയുടെ വിഗ്രഹം ಅರ್ತಮಸ್ ದೇವಿಯ ವಿಗ್ರಹವು ആകാശത്ത് നിന്ന് വീണതാണെന്നും ಆಕಾಶದಿಂದ ಬಿದ್ದಿದೆ അത് ಎಂದು ഇപ്പോഴും ഭൂമിയിൽ ഉണ്ട് എന്നുള്ള കാര്യവും ಅದು ಇವಾಗ ಭೂಮಿಯಲ್ಲಿ ಇದೆ ಅನ್ನೋ ವಿಷಯವು നിങ്ങൾ അറിയണം. ನೀವು ತಿಳಿಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു ಯೇಸು ಹೇಳಿದ್ರು സാത്താൻ ಸಾತಾನ್ മിന്നൽ പോലെ ಮಿಂಚಿನಂತೆ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ಆಕಾಶದಿಂದ ಬೀಳೋದನ್ನ ನೋಡಿದೆ. ഈ അർത്തമസ് ദേവിയുടെ വിഗ്രഹമായ ಈ ಅರ್ತಮಸ್ ದೇವಿಯ ವಿಗ್ರಹವಾಗಿರುವ ഈ കറുത്ത വിഗ്രഹം ಈ ಕಪ್ಪು ವಿಗ್ರಹ ഇത് കൊണ്ട് വെക്കുന്നിടത്തൊക്കെ ಇದನ್ನ ತಗೊಂಡೋಗಿ ಇಡುವ വലിയ ಜಾಗದಲ್ಲಿ അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ದೊಡ್ಡ ಅನರ್ಥಗಳು ಎಲ್ಲ ನಡೆದಿದೆ. ഇപ്പോൾ ഭൂമിയിലോടത്ത് ഇത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ಇವ ಭೂಮಿಯಲ್ಲಿ ಒಂದು ಜಾಗದಲ್ಲಿ ತಗೊಂಡೋಗಿ ಇಟ್ಟಿದ್ದಾರೆ. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ಅದನ್ನ ಕುರಿತು ನಾನು ಇವಾಗ ಹೇಳೋದಿಲ್ಲ. പക്ഷെ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണും. ಅಲ್ಲಿ ನಡೆಯೋಕೆ ಹೋಗೋ ವಿಷಯಗಳು ನಾವು എല്ലാ ನೋಡ್ತೀವಿ. വർഷവും അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ಎಲ್ಲಾ ವರ್ಷಗಳು ಕೆಲವು ವಿಷಯಗಳು ನಡೀತಾ ಇದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. അങ്ങനെ ಆ ರೀತಿಯಲ್ಲಿ അർത്തമോസ് ദേവിയെ ആരാധിച്ചെന്ന് ജനത്തോട് പറയുകയാണ്. ಅರ್ತಮಸ್ ದೇವಿನ ಆರಾಧನೆ ಮಾಡ್ತಿರುವ ಜನರ ഈ ಹತ್ರ അർത്തമോസ് ಹೇಳ್ತಿದ್ದಾರೆ. ദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ಈ ಅರ್ತಮಸ್ ದೇವಿಗೆ ಒಂದು അതിവിടെ പറയാൻ ಪ್ರತ್ಯೇಕತೆ കൊള്ള ಇದೆ. ഈ സ്റ്റേജ് പറയാൻ കൊള്ളിയല്ല. ಇದು ಈ ಸ್ಟೇಜ್ ಅಲ್ಲಿ ಹೇಳೋಕಾಗೋದಿಲ್ಲ. അതുപോലത്തെ ഒരു പ്രത്യേകതയാവുള്ളത്. ಅದೇ ರೀತಿಯಲ್ಲಿ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಇದೆ. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ ഇവർ ആരാധിച്ചു. ಅದನ್ನ ಇವರು ಆರಾಧನೆ ಮಾಡಿದ್ರು. എന്നാൽ ഈ ಆದರೆ ഭൗതിക നന്മകൾക്ക് പിന്നെ ಈ ಭೌತಿಕ ಆಶೀರ್ವಾದಗಳ ഓടിക്കൊണ്ടിരുന്ന ಓಡ್ತಾ ಇದ್ದ ഈ ജനത്തോട് ಈ പറയുകയാണ്, ಜನರ ಹತ್ರ ಹೇಳ್ತಾ ಇದ್ದಾರೆ, സ്വർഗത്തിൽ ಪರಲೋಕದಲ್ಲಿ ദൈവത്തിന്റെ പുത്രനിൽ ದೇವರ ಕುಮಾರನಲ್ಲಿ 7 അനുഗ്രഹങ്ങൾ 7 നിങ്ങൾ ಆಶೀರ್ವಾದಗಳಿದೆ. പ്രാപിച്ചിരിക്കുകയാണ്. ನೀವು ಹೊಂದ್ಕೊಂಡಿದ್ದೀರಾ. നിങ്ങൾ അമൂല്യരാണ്, ನೀವು ಅಮೂಲ್ಯರಾಗಿದ್ದೀರಾ. വിലയേറിയവരാണ്. ನೀವು ಬೆಲೆ ಇರುವರಾಗಿದ್ದೀರಾ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. എന്തൊക്കെയാണത്? ಏನೆಲ್ಲವಾಗಿದೆ? 1 തെരഞ്ഞെടുത്തു, ಒಂದು ಆರಿಸುವಿಕೆ, 2 ದತ್ತೆടുത്തു, 2 ದತ್ತೆ ತಗೊಂಡಿದ್ದಾರೆ, 3 മുൻനിയമിച്ചു, 3 ಮುನ್ನಿಯಮಿಸಿದ್ದಾರೆ, 4 ಸಕಲ ಜ್ಞಾನവും ವಿವೇകവും തന്നു, 4 ಎಲ್ಲ ಜ್ಞಾನ 5 വീണ്ടെടുത്തു, ಕೊಂಡ್ಕೊಂಡಿದ್ದಾರೆ, 6 ಅವಕಾಶ തന്നു, 6 ಅವಕಾಶವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ, 7 പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. 7 ಪವಿತ್ರಾತ್ಮನಿಂದ ಮುದ್ರೆಯನ್ನು ಹಾಕಿದ್ದಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಹಲ್ಲೆಲೂಯಾ. സ്വരം പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങ് കൺട്രോൾ ചെയ്യൊന്നും പറയാൻ പറ്റുന്നില്ല. ಸ್ವರ ಹೋಗಿರೋ ಕಾರಣ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് വിചാരിക്കുന്നു. ನಿಮಗೆ ಅರ್ಥವಾಗ್ತಿದೆ ಅಂತ ನಾನು ಅನ್ಕೊಂಡಿದ್ದೀನಿ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അപ്പം ധൈര്യത്തോടെ സാത്താനോട് പറയാം, ಧೈರ್ಯದಿಂದ ಸಾತಾನ ಹತ್ರ ಹೇಳ್ಬೋದು, സ്വർഗത്തിലെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും എനിക്കുണ്ട്. ಪರಲೋಕದ ಎಲ್ಲ ಆಶೀರ್ವಾದವು ನನಗೆ ಇದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഞാൻ വിലയേറിയ ആളാണ്. ನಾನು ಬೆಲೆ ಇರುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದೀನಿ. എന്റെ കർത്താവ് ನನ್ನ ಕರ್ತನು ലോകസ്ഥാപനത്തിന് മുന്നേ തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ഞാൻ. ಲೋಕ ಸ್ಥಾಪನಕ್ಕಿಂತ ಮುಂಚೆ ಆರಿಸಲ್ಪಟ್ಟಿರುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದೀನಿ ನಾನು. നേരത്തെ മുൻനിയമിച്ച വ്യക്തിയാണ് ഞാൻ. ನೇರವಾಗಿ ನೇಮಿಸುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದೀನಿ. അമൂല്യമായ രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തത്. ಅಮೂಲ್ಯವಾಗಿರೋ ರಕ್ತದಿಂದಾಗಿದೆ ನನ್ನನ್ನು ಕೊಂಡ್ಕೊಂಡಿರೋದು. സ്വർഗീയ ജ്ഞാനവും വിവേകവും എനിക്ക് തന്നിട്ടുണ്ട്. ಪರಲೋಕದ ಜ್ಞಾನವು ವಿವೇಕವು ನನಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ക്രിസ്തുവിലാണ് എന്റെ അവകാശം ഇരിക്കുന്നത്. ಕ್ರಿಸ್ತನಲ್ಲಾಗಿದೆ ನನ್ನ ಅವಕಾಶವು ಇರೋದು. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയാക്കിയിരിക്കുന്നു. ಪವಿತ್ರಾತ್ಮನಿಂದ ನನ್ನನ್ನು ಮುದ್ರೆ ಹಾಕಿದ್ದಾರೆ. ആത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുകയാണ്. ಆತ್ಮನಲ್ಲಾಗಿದೆ ನನ್ನನ್ನು ಮುದ್ರೆ ಇಟ್ಟಿರೋದು. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ದೇವರ ಪವಿತ್ರಾತ್ಮನು എന്റെ മേൽ ആവസിക്കുന്നു. ನನ್ನ ಮೇಲೆ ವಾಸಿಸ್ತಾ ಇದೆ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നു, ನೀವು ದೇವರ ಮಂದಿರವೆಂದು, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ದೇವರ നിങ്ങൾ ಪವಿತ್ರಾತ್ಮನು വസിക്കുന്നുവെന്നു ಒಳಗಡೆ നിങ്ങൾ ವಾಸವಾಗಿದೆಯೆಂದು അറിയുന്നില്ലയോ? ತಿಳಿತಾ ಇಲ್ಲವಾ? പരിശുദ്ധാത്മാവേ, ಪವಿತ್ರಾತ್ಮನೇ, ഒരു മുദ്ര പോലെ ನನ್ನ ಮುದ್ರೆಯಂತೆ ഞങ്ങളുടെ മേൽ വസിക്കുകയോ, ನಮ್ಮ ಮೇಲೆ ഞങ്ങൾ ವಾಸವಾಗಿದೆಯಾ? സ്തുതിക്കുകയാണ്. ನಾವು ಸ್ತುತಿಸ್ತಾ ಇದ್ದೀವಿ. Praise the Lord. Hallelujah. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 15ರಿಂದ 19 ವರೆಗಿರುವ ವಾಕ್ಯದಲ್ಲಿ പിതാവിൽ നിന്നുള്ള 3 കൂട്ടം കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ತಂದೆಯಿಂದ ಇರುವ 3 ವಿಷಯಗಳಾಗಿದೆ ಅಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು. 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ 3ರಿಂದ 14 ಇರುವ ವಾಕ್ಯಗಳು ഇൻ ക്രൈസ്റ്റ്. ಕರ್ತನಿಂದ വളരെ പ്രധാനപ്പെട്ട വിഷയം കേട്ടോ. ತುಂಬಾ ಮುಖ್ಯವಾಗಿರೋ ವಿಷಯವಾಗಿದೆ. ക്രൈസ്റ്റ്. ಕರ್ತನಿಂದ. പ്രൈസ് ദി ലോർഡ്.
15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ 15ರಿಂದ 19 ವಾಕ್ಯಗಳು പിതാവിനാൽ ತಂದೆಯಿಂದ നಮಗೆ ಲಭಿಸಿರಿക്കുന്ന ಸಿಕ್ಕಿರುವ 3 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് 3 ವಿಷಯಗಳ ಕುರಿತು നിങ്ങൾ അറിവുള്ളവരാകണം. ನೀವು ತಿಳುವಳಿಕೆ ಇರುವವರಾಗಿರಬೇಕು. സ്തോത്രം. ഹല്ലേലൂയ. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ 2 ഭാഷയിൽ വായിച്ചാട്ടെ. 15ರಿಂದ 19 ವರೆಗಿರುವ 2 ಭಾಷೆಗಳಲ್ಲಿ ಓದಿ. ಹೀಗಿರಲಾಗಿ ಕರ್ತನಾದ ಯೇಸುವಿನಲ್ಲಿ ನೀವು ಇಟ್ಟಿರುವ ನಂಬಿಕೆಯನ್ನು ಕುರಿತು ದೇವ ಜನರೆಲ್ಲರಿಗೆ ನೀವು ತೋರಿಸುವ ಪ್ರೀತಿಯನ್ನು ಕುರಿತು ಕೇಳಿ ನಾನು ನಿಮ್ಮ ನಿಮಿತ್ತವಾಗಿ ಎಡೆಬಿಡದೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. 2 കാര്യങ്ങൾ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. 2 ವಿಷಯಗಳ ನಿಮಿತ್ತ ನಾವು ಸ್ತೋತ್ರವನ್ನು ಮಾಡ್ತಿದ್ದೀವಿ. ഒന്ന് യേശുവിന്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം. ಒಂದು ಯೇಸುವಿನ ಮೇಲೆ ಇಟ್ಟಿರುವ ನಂಬಿಕೆ നമുക്കുണ്ടല്ലോ അല്ലേ? ನಮಗಿದೆಯಲ್ವಾ? കർത്താവിന്റെ മേൽ വിശ്വാസം ഉണ്ടോ? ಕರ್ತನ ಮೇಲೆ ನಮಗೆ ನಂಬಿಕೆ ಇದೆಯಾ? 2 ദൈവജനത്തിന്റെ മേലുള്ള സ്നേഹം. 2 ದೇವರ ಜನರ ಮೇಲಿರುವ ಪ್ರೀತಿ. അത് പിന്നെ അങ്ങ് കവിഞ്ഞൊഴുകുക. അതിന്റെ കാര്യം മാത്രം പറയണ്ട. ಅದು ತುಂಬಿ ತುಳುಕ್ತಾ ಇದೆ. സ്തോത്രം. ഒരാളോട് മിണ്ടിട്ട് എത്ര കാലമായെന്നോ കണ്ടിട്ട് എത്ര കാലമായെന്നോ അടുത്തിരിക്കുന്ന ആരാണെന്നോ നമുക്ക് ഒന്നും അറിയത്തില്ല. ನಾವು ಒಬ್ಬರ ಹತ್ರ ಮಾತನಾಡಿ ಪಕ್ಕದಲ್ಲಿರೋದು ಯಾರು? ವಿಶ್ವಾಸಿಗೆ ಎಫೆಸೋಸಿಯನ ವಿಶ್ವಾಸಿಗಳಿಗೆ ವಿಶ್ವಾസം മാത്രമല്ല, ಕ್ರಿಸ್ತನಿರುವ ನಂಬಿಕೆ ಮಾತ್ರವಲ್ಲ. പ്രൈസ് ലോർഡ്. പിന്നെ എന്തായിരുന്നു? ಇನ್ನು ಏನಿತ್ತು? ആമേൻ. സകല വിശ്വാസികളോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്തോത്രം പറയുന്നു. ಬೇರೆ ವಿಶ್ವಾಸಿಗಳ ಹತ್ರ ಪ್ರೀತಿ ಇತ್ತು, ಅದಕ್ಕೋಸ್ಕರ ಅವರು ಸ್ತೋತ್ರವನ್ನು ಹೇಳ್ತಾ ಇದ್ರು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ക്രിസ്ത്യൻ ബിലീഫ്, ಕ್ರಿಸ್ತನ ನಂಬಿಕೆ, ക്രിസ്ത്യൻ ബിഹേവിയർ, ಕ್ರಿಸ್ತನ ಬಿಹೇವಿಯರ್. ആമേൻ. ഭയങ്കര വിശ്വാസം കൊണ്ടങ്ങോ നിറഞ്ഞിരിക്കുക അവരടുത്തും, ತುಂಬಾ ನಂಬಿಕೆಯಿಂದ ತುಂಬಿದ್ದಾರೆ. പക്ഷേ ക്രിസ്ത്യൻ ബിഹേവിയർ, അതിന് ನಡವಳಿಕೆ ಇಲ್ಲ. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ജീവിതമില്ല, ಜೀವಿತವಿಲ್ಲ. വിശ്വാസമുണ്ട്, ನಂಬಿಕೆ ಇದೆ. മലയെ മറിക്കാൻ വിശ്വാസമാ, ಬೆಟ್ಟವನ್ನು ತೆಗೆಯೋಕೆ ನಂಬಿಕೆ ಇದೆ, ಆದ್ರೆ ಜೀವನವಿಲ್ಲ. ആമേൻ. ക്രിസ്ത്യൻ ബിലീവിനേക്കാൾ അധികമായി ക്രിസ്ത്യൻ ബിഹേവിയറിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ಕರ್ತನ ನಂಬಿಕೆಯಿಂದ ಕರ್ತನ എല്ലാ ലേഖനങ്ങളും പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യൻ ബിഹേവിയറിനെ കുറിച്ചാണ്. എല്ലാ ലേಖನವು ನಮ್ಮ ಬಿಹೇವಿಯರ್ ಕುರಿತಾಗಿದೆ ಹೇಳ್ತಾ ಇರೋದು. വിശ്വാസത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ನಂಬಿಕೆ ಕುರಿತಲ್ಲ ಹೇಳ್ತಾ ಇರೋದು. ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ಚಿಕ್ಕದಾಗಿ ಹೇಳಿದೆ. വിശ്വാസം ചെറുതാന്നല്ല ഞാൻ പറഞ്ഞത്, ನಂಬಿಕೆ ಚಿಕ್ಕದು ಅಂತಲ್ಲ ಹೇಳ್ತಾ ಇರೋದು. ക്രിസ്ത്യൻ ബിഹേവിയർ, ಆದ್ರೆ ನಮ್ಮ ಸ್ವಭಾವ ನಡವಳಿಕೆಯಾಗಿದೆ ತುಂಬಾ ಮುಖ್ಯವಾಗಿರುವುದು. ഇത് പലർക്കും അറിയത്തില്ല, ಇದು ಹಲವಾರು ಜನರಿಗೆ ಗೊತ್ತಿಲ್ಲ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാന്ന് പറഞ്ഞിട്ട് നമ്മള് ടോർച്ചും മേടിച്ച് ആമേൻ നടക്കുക. ನಾವು ಲೋಕದ ಬೆಳಕಾಗಿದ್ದೀವಿ ಅಂತ ಹೇಳಿ ನಾವು ಟಾರ್ಚ್ ಅನ್ನು ತಗೊಂಡು ನಡೀತಿದ್ದೀವಿ. അതല്ലേ? പ്രൈസ് ലോർഡ്. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ನಾವು ಲೋಕದ ಬೆಳಕಾಗಿದ್ದೀವಿ. ഹല്ലേലൂയ. 3 കൂട്ടം കാര്യങ്ങളാണ് 3 ವಿಷಯಗಳಾಗಿದೆ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ಅಪೊಸ್ತಲನಾಗಿರೋ ಪೌಲನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರೋದು. ഒന്നാമതായിട്ട് ಮೊದಲನೇದಾಗಿ മുന്നോട്ട് വായിച്ചേ, ಮುಂದೆ ಓದಿ. വളരെ ಇಂಪಾರ್ಟೆಂಟ್ 3 ವಿಷಯಗಳಾണ്. ತುಂಬಾ ಮುಖ್ಯವಾಗಿರೋ 3 ವಿಷಯಗಳು. ಪ್ರಾರ್ಥನೆಗಳಲ್ಲಿ ನಿಮಗೋಸ್ಕರ ವಿಜ್ಞಾಪನೆ ಮಾಡಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ದೇವರು ಪ್ರಭಾವ ಸ್ವರೂಪನಾದ ತಂದೆಯೂ ಆಗಿರುವಾತನು ತನ್ನ ವಿಷಯವಾಗಿ ತಿಳುವಳಿಕೆಯನ್ನು ಕೊಟ್ಟು ಇದುವರೆಗೂ ಗುಪ್ತವಾಗಿದ್ದ ಸತ್ಯಾರ್ಥಗಳನ್ನು ತಿಳುಕೊಳ್ಳುವ ಜ್ಞಾನವನ್ನು ಉಳ್ಳ ಆತ್ಮನನ್ನು ನಿಮಗೆ ದಯಪಾಲಿಸಬೇಕೆಂದು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ಆತನು ನಿಮ್ಮ ಮನೋನೇತ್ರಗಳನ್ನು ಬೆಳಗಿಸಿ ಆತನಿಂದ ಕರೆಸಿಕೊಂಡವರು ನಿರೀಕ್ಷಿಸುವ ಪದವಿ ಎಂಥದೆಂಬುದನ್ನು ದೇವ ಜನರೆಂಬ ಆತನ ಸ್ವಾಸ್ಥ್ಯದ മലയാളത്തിൽ വായിച്ചേ. സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇനി അത് ഒന്ന് വിഘടിപ്പിച്ച് പറഞ്ഞാല്, ಇದನ್ನು ಹೇಳಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ, സ്തോത്രം, ഒന്ന് വിഘടിപ്പിച്ച് പറഞ്ഞാല്, ವಿಂಗಡಿಸಿ ಹೇಳಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ 5 കൂട്ടം കാര്യങ്ങളാണ് 5 ಕೂಟ ವಿಷಯಗಳಾಗಿದೆ പൗലോസ് പറയുന്നത്. ಪೌಲನು ಹೇಳ್ತಾ ಇರೋದು 3 മെയിൻ കാര്യങ്ങൾ, അതിനകത്ത് 2 ഉപകാര്യങ്ങൾ. 3 ಮುಖ್ಯವಾಗಿರೋ ವಿಷಯಗಳು, ಅದನ್ನ 2 ವಿಷಯಗಳು. അപ്പോൾ ഒരു പ്രാർത്ഥനയാണത്, ಒಂದು ಪ್ರಾರ್ಥನೆಯಾಗಿದೆ. ಅದು പിതാവ് നമുക്ക്
ചെയ്തിരിക്കുന്ന ഒരു 5 കൂട്ടം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. ತಂದೆ ನಮಗೆ ಮಾಡಿರುವ 5 ಕೂಟ ವಿಷಯಗಳ ಕುರಿತಾಗಿರುವ ಒಂದು ಪ್ರಾರ್ಥನೆ ಆಗಿದೆ ಅದು. ഒന്നാമത്, ಮೊದಲನೇದಾಗಿ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ ദൈവം തരണം. ನಿಮಗೆ ಜ್ಞಾನದ ಆತ್ಮನನ್ನು ದೇವರು ಕೊಡಬೇಕು. എന്തോ സ്പിരിറ്റാ? ಏನ್ ಆತ್ಮನು? ജ്ഞാനത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ മേലേക്ക് പകരണം. ಜ್ಞಾನದ ಆತ್ಮನನ್ನು ದೇವರು ನಮ್ಮ ಮೇಲೆ ಹಂಚಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന്റെ ആമേൻ ആത്മാവിനെ ದೇವರ ಆತ್ಮನನ್ನು 7 നാളങ്ങളായിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. 7 ನಾಳಗಳಾಗಿದೆ ಬೈಬಲ್. 7 വെളിച്ചങ്ങൾ, 7 ಬೆಳಕಾಗಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് അതിൽ ತುಂಬಾ ಹೆಚ್ಚಾಗಿ ಹೇಳಿರೋದು യെശയ്യാപ്രവചന പുസ്തകം ಯೆಶಯ್ಯ ಪ್ರವಚನ ಪುಸ್ತಕ ആമേൻ 11ാം അധ്യായത്തിലാണ്. 11ನೇ ಅಧ್ಯಾಯದಲ್ಲಾಗಿದೆ. അതിപ്പം വായിക്കാൻ പോകണ്ട, അതിವಾಗ ಓದಕ್ಕೆ ಹೋಗ್ಬೇಡಿ. അതിനകത്ത് ಅದರ ಒಳಗಡೆ ദൈവത്തിന്റെ ആത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ದೇವರ ಆತ್ಮನ ತುಂಬಾ ದೊಡ್ಡ ಪ್ರತ್ಯೇಕತೆ. സ്തോത്രം, ಹಲ್ಲೆಲೂಯಾ, ജ്ഞാനം നിറയപ്പെട്ട ആത്മാവാണ്. ಜ್ಞಾನ ತುಂಬಲ್ಪಟ್ಟಿರುವ ಆತ್ಮನಾಗಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ ಒಂದು ವ್ಯಕ್ತಿಯ ಮೇಲೆ ಪವಿತ್ರಾತ್ಮನು ಬರೋದು ಅಂತ ആ ಹೇಳಿದ್ರೆ വ്യക്തിയുടെ മേൽ ജ്ഞാനം വന്നു എന്നാണ് അതിന്റെ തെളിവ്. ಆ ವ್ಯಕ್ತಿಯ ಮೇಲೆ ಜ್ಞಾನ ಬಂದಿದೆ ಎನ್ನುವುದಾಗಿದೆ ಅರ್ಥವು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന എത്രയോ പേരെ അറിയുന്നില്ല എന്ന് ദൈവം പറയുന്നു. ಕೃಪಾವರಗಳು ಉಪಯೋಗಿಸಿದ್ರೆ ಎಷ್ಟೋ ಜನರನ್ನು ತಿಳಿದಿಲ್ಲ ಅಂತ ದೇವರು ಹೇಳ್ತಿದ್ದಾರೆ. ജ്ഞാനം ദൈവത്തിന്റെ വചനമാണ്. ಜ್ಞಾನ ದೇವರ ವಾಕ್ಯವಾಗಿದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. മാനുഷികമായ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവചിക്കാം. ಮಾನುಷಿಕವಾಗಿ ತಲದಲ್ಲಿ ನಿಂತು ಪ್ರವಚನೆಯನ್ನು ಮಾಡಬಹುದು. രോഗശാന്തി ശുശ്രൂഷ നടത്താം. ರೋಗ ಶಾಂತಿಯ ಸೇವೆಗಳನ್ನು ಮಾಡಬಹುದು. അതിന് യേശുവിനെ അറിയണമെന്നൊന്നുമില്ല. ಅದನ್ನು ಯೇಸುವಿನ ತಿಳಿಬೇಕು ಅಂತಿಲ್ಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. അന്യജാതിക്കാരും ചെയ്യുന്നുണ്ട്. ಅನ್ಯ ಜನಾಂಗಗಳು ಮಾಡ್ತಿದ್ದಾರೆ. അത് പിന്നീട് പറയാം. ಅದನ್ನ ಆಮೇಲೆ ಹೇಳ್ತೀನಿ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. കർത്താവും ചെയ്യുന്നുണ്ട്. ಕರ್ತನು ಮಾಡ್ತಿದ್ದಾರೆ. പക്ഷേ ಆದರೆ ആമേൻ ജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുക വിശ്വാസിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ಜ್ಞಾನದ ಆತ್ಮನನ್ನು ಹೊಂದ್ಕೊಳ್ಳೋದಾಗಿದೆ ವಿಶ್ವಾಸಿಗಳಿಗೆ ತುಂಬಾ നമ്മുടെ ജീവിതം ಮುಖ್ಯವಾದದ್ದು. ജ്ഞാനപൂർണ്ണമായിരിക്കണം. ನಮ್ಮ ಜೀವನವನ್ನು ಜ್ಞಾನಪೂರ್ಣತೆಯಾಗಿರಬೇಕು. ജ്ഞാനത്തിൽ നടക്കണം. ಜ್ಞಾನದಲ್ಲಿ ನಾವು പറയുന്ന ನಡೆಯಬೇಕು. കാര്യങ്ങൾ മനസ്സിലാക്കണം. ಹೇಳುವ ವಿಷಯಗಳನ್ನು ಅರ್ಥ ಮಾಡ್ಕೊಬೇಕು. നമ്മുടെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ನಮ್ಮ ಜನರಿಗೆ ಏನು ಅರ್ಥವಾಗೋದಿಲ್ಲ. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞു നോക്കി, ಏನಾದ್ರೂ ಒಂದು ವಿಷಯ ಮಾಡಕ್ಕೆ ಹೇಳಿ ഒന്നും അറിയാത്ത മട്ടി വാ തുറന്ന് ഇവിടെ അങ്ങ് പോക്കളയും. ಏನು ಗೊತ್ತಿಲ್ಲದ ರೀತಿಯಲ್ಲಿ ಹೊರಟೋಗ್ಬಿಡ್ತಾರೆ. പിറ്റേ ഞായറാഴ്ചയും വരും. ನೆಕ್ಸ್ಟ್ ಭಾನುವಾರ ಬರ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു നോക്കി, ಏನಾದ್ರೂ ಕರ್ತನೆಗೋಸ್ಕರ ಮಾಡಿ ಅಂತ ಹೇಳಿ അവരുടെ ചെവി അടഞ്ഞിരിക്കും. ಅವರ ಕಿವಿ ಮುಚ್ಚಲ್ಪಟ್ಟಿರುತ್ತೆ. എന്തില്ല? ಏನಿಲ್ಲ. ലോകജ്ഞാനമുണ്ട്, ആത്മാവിന്റെ ജ്ഞാനമില്ല. ಲೋಕದ ಜ್ಞಾನವಿದೆ, ಆತ್ಮನ ಜ್ಞಾನವೂ ಇಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ശ്രദ്ധിക്കുക, ನೀವು ಗಮನವಿಡಿ. പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘടകം ಪೌಲನ ಪ್ರಾರ್ಥನೆ ಮೊದಲನೇ ಘಟ್ಟ ആത്മജ്ഞാനം. ಆತ್ಮಜ್ಞಾನ. ജ്ഞാനത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കണം. ಜ್ಞಾನದ ಆತ್ಮನನ್ನು ನಿಮಗೆ ಸಿಗಬೇಕು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യങ്ങളെ വിവേചിച്ചറിയൂ. ಕರ್ತನ ವಿಷಯಗಳನ್ನು ವಿವೇಚಿಸಿ ദൈവകാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ದೇವರ ವಿಷಯಕ್ಕೆ ಮುನ್ನತೆಯನ್ನು ಕೊಡಬೇಕು. ദൈവകാര്യങ്ങൾ ചെയ്യുക. ದೇವರ ವಿಷಯಗಳನ್ನು ಮಾಡಬೇಕು. ഇതിന് ജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. ನೀವು ಜ್ಞಾನದ ಆತ್ಮನನ್ನು ನೀವು ಹೊಂದಿಕೊಳ್ಳಬೇಕು. ಸ್ತೋತ್ರಂ. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ഒന്ന് ജ്ഞാനാത്മാവ്. ಒಂದು ಜ್ಞಾನದ ಆತ್ಮನು. രണ്ടാമത് എന്താണ് പ്രാർത്ഥനയിൽ പറയുന്നത്? ಎರಡನೇ ಏನದಾಗಿದೆ ಪ್ರಾರ್ಥನೆ? വെളിപ്പാടിന്റെ ആത്മാവ്. ಪ್ರಕಟಣೆಯ ಆತ್ಮನನ್ನು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. എന്താണ്? ಏನಾಗಿದೆ? ജ്ഞാനം കഴിഞ്ഞ പിന്നെ എന്ത് വേണം? ಜ್ಞಾನ ಮುಗಿದ ನಂತರ ಏನಾಗಬೇಕು? വെളിപ്പാട് വേണം. ಪ್ರಕಟಣೆ ಇರಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ജ്ഞാനം കഴിഞ്ഞ എന്ത് വേണം? ಜ್ಞಾನ ಆದ್ಮೇಲೆ ಏನಿರಬೇಕು? ജ്ഞാനം കൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ളതും ആമേൻ ആത്മീകമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ಜ್ಞಾನದಿಂದ ಲೋಕದ ವಿಷಯ ಆತ್ಮಿಕ ವಿಷಯ ನಮಗೆ ತಿಳ್ಕೊಬಹುದು. പക്ഷെ മറിഞ്ഞിരിക്കുന്നത് കാണണമെങ്കിൽ ಆದ್ರೆ ಮರೆಯಾಗಿರೋದು ನೋಡಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ വെളിപ്പാടിന്റെ ആത്മാവിനെ നമുക്ക് ആവശ്യമാണ്. ಪ್ರಕಟಣೆಯ ಆತ್ಮನ ನಮಗೆ ಬೇಕಾಗಿದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ദൈവം വെളിപ്പെടുത്തണം. ದೇವರು ಪ್ರಕಟಣೆ ಮಾಡ್ತಾರೆ. അതിന് വെളിപ്പാടിന്റെ ആത്മാവുണ്ട്. ಅದಕ್ಕೆ ಪ್ರಕಟಣೆಯ ಆತ್ಮವಿದೆ. ഒരു വിശ്വാസി ಒಂದು ವಿಶ್ವಾಸಿ ജ്ഞാനാത്മാവിനെ പ്രാപിക്കണം. ಜ್ಞಾನದ ಆತ್ಮನನ್ನು ಹೊಂದ್ಕೋಬೇಕು. വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കണം. ಪ್ರಕಟಣೆಯ ಆತ್ಮನನ್ನು ಕೂಡ ಹೊಂದ್ಕೋಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ചിലരുടെ ജീവിതകാലത്ത് ഒരു സ്വപ്നം പോലും കാണാത്തവരുണ്ട്. ಕೆಲವರು ಜೀವನದಲ್ಲಿ ಪೂರ್ತಿ ಕನಸು ಕೂಡ ಕಾಣ್ತಿರೋರು ಕೂಡ ಇದ್ದಾರೆ. കണ്ടാൽ ഏതെങ്കിലും പുലിനെയോ സിംഹത്തെയോ കണ്ടിട്ടുള്ളൂ. ನೋಡಿದ್ರೆ ಹುಲಿ ಅಥವಾ ಸಿಂಹವನ್ನು ನೋಡ್ತಾರೆ. ദൈവികമായ ഒരു ദർശനവും ഇല്ല. ದೈವಿಕವಾಗಿರುವ ಯಾವುದೇ ഒരു വെളിപ്പാടും ഇല്ല. ಯಾವುದೇ ಪ್ರಕಟಣೆ ಇಲ್ಲ. ഒരു വചനത്തിന്റെ വിവേചന മർമ്മങ്ങളും ഇല്ല. ಯಾವುದು ವಾಕ್ಯದ ವಿವೇಚನ ಮರ್ಮವೂ ಇಲ್ಲ. Praise the Lord. Hallelujah. അങ്ങനെയല്ല. ಆ ರೀತಿಯಲ್ಲ. ദൈവവചനത്തിന് വെളിപ്പാടുണ്ട്. ದೇವರ ವಾಕ್ಯಕ್ಕೆ ആ ಪ್ರಕಟಣೆಗಳಿದೆ. വെളിപ്പാട് കിട്ടുമ്പോൾ ಆ ಪ್ರಕಟಣೆ അത് ಸಿಗುವಾಗ അങ്ങനെ സംഭവിക്കും. ಅದು ಅದೇ ರೀತಿಯಲ್ಲಿ ನಡೆಯುತ್ತೆ. നമ്മുടെ കൺമുമ്പില് ನಮ್ಮ ಕಣ್ಣಿನ ಮುಂದೆ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ಕಣ್ಣು ತೆಗೆದಿರುವಾಗ
ಮಾಡುವಾಗ നമുക്ക് വെളിപ്പാട് വരും. ನಮಗೆ ಪ್ರಕಟಣೆಗಳು അത് ಬರುತ್ತೆ. അങ്ങനെ സംഭവിക്കും. ಅದು ಅದೇ ರೀತಿಯಲ್ಲಿ ನಡೆಯುತ್ತೆ. സ്വർഗീയ കാര്യങ്ങൾ ಸ್ವರ್ಗೀಯ ವಿಷಯಗಳು ദൈവ സ്വപ്നത്തിലൂടെ ದೇವರ ಸನ್ನದಿಂದ വെളിപ്പെടുത്തി കൊടുക്കും. ಪ್ರಕಟಣೆ ಮಾಡಿ ಕೊಡ್ತಾರೆ. ആമേൻ. ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തു. ಜೋಸಫಿಗೆ ಪ್ರಕಟಣೆ ಮಾಡಿ ദാനിയേലിന് ಕೊಟ್ರು. വെളിപ്പെടുത്തി കൊടുത്തു. ದಾನಿಯೇಲನಿಗೆ ಪ್ರಕಟ ಮಾಡಿ ಕೊಟ್ರು. സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തും. ಕನಸಿನ ಮೂಲಕ ಪ್ರಕಟಣೆ ദൈവത്തിന്റെ ಮಾಡಿ പൈതലേ, ದೇವರ ಮಕ್ಕಳೇ, ജ്ഞാനത്തിന് വേണ്ടിയും ಜ್ಞಾನಕ್ಕೋಸ್ಕರ വെളിപ്പാടിന് വേണ്ടിയും ಪ್ರಕಟಣೆಗೋಸ್ಕರನು നിങ്ങൾ പ്രാർത്ഥിക്കണം. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം പറയുന്ന സ്പിരിച്വൽ ബ്ലെസ്സിംഗ്, ಎಫೆಸೀಯ ಲೇಖನ ಹೇಳ್ತಾರೆ ಸ್ಪಿರಿಚುವಲ್ ಬ್ಲೆಸ್ಸಿಂಗ್, സ്പിരിച്വൽ ബ്ലെസ്സിംഗ്. ಆತ್ಮಿಕವಾಗಿರೋ ಬ್ಲೆಸ್ಸಿಂಗ್. സ്തോത്രം. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. അടുത്ത പദം പറയുന്നു, ನೆಕ್ಸ್ಟ್ ಪದ ಹೇಳ್ತಾ ಇದೆ, അവന്റെ വിളിയാലുള്ള ആശ. ಆತನ ಕರೆಯುವಿಕೆ ಇರುವ ಆಸೆಯು, അവന്റെ ಆತನ വിളിയാലുള്ള ആശ, ಕರೆಯಲಿರುವ ಆಸೆಯು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. എന്തെന്ന് നിങ്ങൾ അറിയണം. ಏನು ಅಂತ ನೀವು ತಿಳ್ಕೊಬೇಕು. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ಆ ರೀತಿಲಲ್ವಾ ಬರ್ದಿರೋದು. പെട്ടെന്ന് വായിച്ചു. ಬೇಗದಲ್ಲಿ ಓದಿ. കർത്താവിന്റെ വിളിയാലുള്ള ആശ ആ ഇന്നതെന്നും ആ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശപ്പെട്ട മഹിമാദാനം ഇന്നതെന്നും. രണ്ട് കാര്യം. ಎರಡು ವಿಷಯಗಳಿದೆ. വളരെ ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയെന്ന് വെച്ചോണ്ട് ഇതെങ്ങനെ പറഞ്ഞു വിടാനുള്ള സാധനമൊന്നും അല്ല. ಇದು ಬೇಗದಲ್ಲಿ ಹೇಳಿ ಬಿಡ್ಬೇಕಾಗಿರೋ ವಿಷಯಗಳಲ್ಲ. ഒന്ന്, ಮೊದಲನೇದು അവന്റെ ಆತನ വിളിയാലുള്ള ആശ. ಕರೆಯಲಿರುವ ಆಸೆಯು. എങ്ങനെ വിളിയാലാ? ಯಾವ ರೀತಿಯಲ್ಲಿರುವ ಕರೆಯು? എങ്ങനെ വിളിയാലാ? ಯಾವ ರೀತಿಯಲ್ಲಿರುವ ಕರೆಯು? ലോകസ്ഥാപനം മുന്നേ തെരഞ്ഞെടുത്തത്, ಲೋಕ ಸ್ಥಾಪನಕ್ಕಿಂತ ಮುಂಚೆ ಹಾರಿಸಿರೋದು, ദത്തെടുത്തത്, ದತ್ತು ತಗೊಂಡಿರೋದು, മുൻനിയമിച്ചത്, ಮುನ್ ನಿಯಮಿಸಿರೋದು, ആമേൻ, അവകാശം തന്നത്, ಅವಕಾಶವನ್ನು ಕೊಟ್ಟಿರೋದು, ജ്ഞാനം തന്നത്, ಜ್ಞಾನವನ್ನು ಕೊಟ್ಟಿರೋದು, ആത്മ മുദ്രയിട്ടത്. ಆತ್ಮ ಮುದ್ರೆಯನ್ನು ഈ ಹಾಕಿರೋದು. വിളിയുണ്ടല്ലോ, ಈ ಕರೆ ഈ ಇದೆಯಲ್ವಾ? വിളിക്കൊരു ആശയുണ്ടെന്ന് ಈ ಕರೆಗೆ ಒಂದು ಆಸೆ ಇದೆಯಲ್ವಾ? നമുക്കിത് വല്ലതും അറിയാമായിരുന്നോ? ನಮಗಿದೆಲ್ಲ ಏನಾದ್ರು ಗೊತ್ತಿತ್ತಾ? ഇത്ര ഭയങ്കരമായ 7 കൂട്ടം കാര്യങ്ങൾ ಇಷ್ಟು ಭಯಂಕರವಾಗಿರೋ 7 ವಿಷಯಗಳು ക്രിസ്തുവിലൂടെ ಕ್ರಿಸ್ತನ ಮೂಲಕ ദൈവ മക്കളിലേക്ക് ದೇವರ ಮಕ್ಕಳಿಗೆ സ്വർഗം പകർന്നപ്പോൾ ಪರಲೋಕವು ಹಂಚಿದಾಗ അതിന്റെ പിന്നിൽ ಅದರ ಹಿಂದೆ ആ വിളിക്ക് ಆ ಕರೆಗೆ തമ്പുരാൻ ഒരു ആശയുണ്ടായിരുന്നു. ದೇವರು ಒಂದು ಆಸೆ ಇತ್ತು. നമ്മൾ പറയല്ലേ, ನಾವ್ ಹೇಳಲ್ವಾ, ഞാൻ കഷ്ടപ്പെട്ട് ನಾನು ಕಷ್ಟಪಟ್ಟು ഭക്ഷണം കഴിക്കാതെ ಊಟ ಮಾಡ್ದಿರ പകലും രാത്രിയും ಹಗಲು ഇരുಳು ഒരുപോലെ അധ്വാനിച്ച് ಒಂದೇ ರೀತಿಯಲ್ಲಿ നിന്നെ ಕಷ್ಟಪಟ್ಟು പഠിപ്പിച്ചത് ನಿಮ್ಮನ್ನು ಕಲಿಸಿದ್ದು എനിക്കൊരാശയുണ്ടായിരുന്നു. ನನಗೊಂದು ಆಸೆ ಇತ್ತು. നീ അത് നശിപ്പിച്ചോ? ನೀ ಅದು ನಾಶ നീ ಮಾಡ, അത് ഫുൾഫിൽ ചെയ്തോ? ನೀ ಅದು ಪೂರ್ತಿಗರಿಸ್ತಾ. തമ്പുരാൻ പറയുകയാണ്, ಕರ್ತನ ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ ഇതെല്ലാം നിത്യത മുതൽ ആരംഭിച്ചതിൽ, ನನಗೆಲ್ಲ ನಿತ್ಯದಲ್ಲಿ ಆರಂಭ നിന്നെ ಮಾಡಿದ್ದು, വിളിച്ചതിൽ ನಿನ್ನನ್ನು ಕರೆದಿರೋದು എനിക്കൊരാശയുണ്ടായിരുന്നു. ನನಗೊಂದು ಆಸೆ നീ ಇತ್ತು. അത് എന്ത് ചെയ്തു? ನೀನದು ಏನ್ ಮಾಡ್ದೆ? ಹಲ್ಲೆಲೂಯ, Praise the Lord. ಹಲ್ಲೆಲೂಯ, സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഓരോ ദൈവ ഇതിൽ പറയണം, ಒಂದೊಂದು ದೇವರ ಮಕ್ಕಳು ತಿಳ್ಕೊಬೇಕು. ക്രിസ്തുവിൽ, ಕರ್ತನಲ್ಲಿ, ഇൻ ക്രൈസ്റ്റിൽ. ಕರ್ತನಲ್ಲಿ നിങ്ങൾക്ക് ചുമ്മാ കിട്ടിയതല്ല ഇത്. ನಿಮಗೆ ಸುಮ್ನೆ ಸಿಕ್ಕಿದ್ದಲ್ಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ನಿಮಗೆ ಬೇಕು ಅಂತ ചെയ്യാൻ ಹೇಳಿದ್ರೆ വേണ്ടി തന്നതുമല്ല, ಮಾಡಕ್ಕೋಸ್ಕರ ಕೊಟ್ಟಿರೋದಲ್ಲ. ദൈവം കൊടുത്ത വില. ದೇವರು ಕೊಟ್ಟಿರೋ ಬೆಲೆಯು പുത്തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തവർ, ಕುಮಾರನ ರಕ್ತ ಕೊಟ್ಟು ಕೊಂಡ್ಕೊಂಡಿದ್ದು, സ്വർഗത്തിന്റെ നിർണയമുള്ളവർ, ಪರಲೋಕದ ನಿರ್ಣಯ ಇರೋರು, ലോകമുണ്ടാകുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ಲೋಕ ಉಂಟಾಗಕ್ಕಿಂತ ಮುಂಚೆ നിങ്ങളെ എന്തിനു ಆರಿಸಲ್ಪಟ್ಟವರು. വിളിച്ചു? ನಿಮ್ಮನ್ನು ആ ಏಂತಕ್ಕೋಸ್ಕರ ദൈവത്തിന്റെ ಕರೆದ್ರು? ആശ നിങ്ങൾ അറിയുന്നില്ല ಆ എങ്കിൽ ದೇವರ ಆಸೆಯು ನೀವು ತಿಳ್ಕೊಂಡಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ എത്ര പരിതാപം നിങ്ങളുടെ ജീവിതം. ಎಷ್ಟು ಪರಿದಾಪವಾಗಿತ್ತು ನಿಮ್ಮ Praise the ಜೀವನವು. Lord. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുകയാണ്, ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ ಶುರು ಮಾಡಿ, പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ಪ್ರಾರ್ಥನೆ ಮಾಡೋಕೆ ಹೇಳ್ತಿದ್ದಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അവന്റെ വിളിയാലുള്ള ಆತನ ಕರೆಯಿಂದ ಇರುವ ആശ ಆಸೆ ഇന്നതെന്ന് അറിയുക. ಏನು ಅಂತ ತಿಳಿಯೋಕೆ. എന്നേലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ನೀವು ಯಾವತ್ತಾದ್ರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದೀರಾ? കർത്താവേ, ಕರ್ತನೆ, എന്നെ എന്തിനാണ് അങ്ങ് വിളിച്ചത്? ನನ್ನ ಏಂತಕ್ಕೋಸ್ಕರ ನೀವು അങ്ങയുടെ ಕರೆದಿರೋದು? ആഗ്രഹം എന്താണ്? ನಿಮ್ಮ ಆಸೆ ಏನಾಗಿದೆ? അങ്ങയുടെ ആശ എന്താണ്? ನಿಮ್ಮ ಆಸೆ ಏನಾಗಿದೆ? എന്റെ ആശ ഒത്തിരി ഉണ്ട്. ನನ್ನ ಆಸೆ ತುಂಬಾ ಇದೆ. എനിക്ക് ഒത്തിരി എയിമുണ്ട്. ನನಗೆ ತುಂಬಾ ಗುರಿಗಳಿದೆ. സ്തോത്രം. അതിനെ കുറിച്ചല്ല, ಅದ ಕುರಿತಲ್ಲ, എന്നെ വിളിച്ചതിന്റെ ആശ എന്താണ്? ನನ್ನನ್ನು ಕರೆದಿರುವ ಆಸೆ ಏನಾಗಿದೆ? 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 3 ರಿಂದ 14 ವರೆಗೂ ദൈവത്തിന്റെ ವಾಕ್ಯಗಳು ആത്മാവ് ದೇವರ ಆತ್ಮನು ആമേ നമുക്ക് വെളിപ്പെടുത്തി തന്ന ನಮಗೆ ಪ್ರಕಟಣೆ ಮಾಡಿಕೊಟ್ಟ ഇൻ ക്രൈസ്റ്റിലുള്ള ಕರ್ತನಲ್ಲಿರುವ അത്ഭുതകരമായ രഹസ്യങ്ങൾ ಅದ್ಭುತಕರವಾಗಿರುವ എന്റെ ಗುಟ್ಟುಗಳು ജീവിതത്തിൽ ദൈവം വെച്ചത് ನನ್ನ ಜೀವನದಲ್ಲಿ ದೇವರು ಇಟ್ಟಿರೋದು, ഈ ലോക ജീവിതത്തിൽ ಈ ಲೋಕ എന്നെ ಜೀವನದಲ್ಲಿ വിളിച്ചതിൽ ನನ್ನನ್ನು ಕರೆದಿರೋದು, തമ്പുരാൻ ഒരു ആശയുണ്ടായിരുന്നു. ದೇವರಿಗೊಂದು ಆಸೆ ಇತ್ತು. നിങ്ങൾ വിചാരിച്ചു ನೀವ್ ಅನ್ಕೊಂಡ್ರಿ പെൻഷൻ കിട്ടി ജീവിക്കാനാണ്. ಪೆನ್ಷನ್ ಸಿಕ್ಕಿ ಬದುಕೋಕೆ. സ്തോത്രം.
ആരുടെയും കൈകാലെ പിടിക്കാതെ ಯಾರ ಕೈ ಕಾಲು ಹಿಡಿದಿರ ജീവിക്കാൻ വേണ്ടി കിടക്കാൻ ഒരു വീടാണ്. ಬದುಕೋಕ್ಕೋಸ್ಕರ ಮಲ್ಗೋಕಿರೋ ಒಂದು ಮನೆ. പലരുടെയും വിചാരം ഇങ്ങനെയാണ്. ಹಲವಾರು ಜನರ ಚಿಂತೆ ಈ സ്വന്തം ರೀತಿಯಾಗಿದೆ. മക്കളെ എവിടെയെങ്കിലും എത്തിച്ചാല് ಮಕ್ಕಳನ್ನ ഇനി ಎಲ್ಲೆಲ್ಲೂ മരിച്ചാലും മതി, എന്റെ ആശ തീർന്നിരിക്കുക. ಸತ್ರು ಪರವಾಗಿಲ್ಲ, ನನ್ನ ಆಸೆ അയ്യോ, ಮುಗಿದೋಗಿದೆ. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദ്രവ്യത്തിന്റെ ആഗ്രഹങ്ങൾ മാറിപ്പോട്ടെ. ನಮ್ಮ ಒಳಗಡೆ ದ್ರವ್ಯದ ಆಸೆಗಳೆಲ್ಲ ഈ ನೀಗಿ ലോകത്തിന്റെ ಹೋಗಲಿ. ചിന്തകൾ മാറിപ്പോട്ടെ. ಈ ಲೋಕದ ಚಿಂತೆಗಳೆಲ್ಲ ഒരു ನೀಗಿ ಹೋಗಲಿ. ആത്മീക വിളിയുടെ പിന്നിൽ നമ്മൾ ಒಂದು ആയിരിക്കുകയാണ്. ಆತ್ಮೀಯ ಕರೆಯ ಹಿಂದೆ ಆಗಿದ್ದೀವಿ ನಾವು. വിളിച്ചവനൊരു ആശയുണ്ട്. ಕರೆದಿರೋರಿಗೆ ಒಂದು ಆಸೆ ഈ ಇದೆ. ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. ಈ ದಿನದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ഞാൻ ಮಾಡಬೇಕು. സുവിശേഷകനായി പോണോ? ನಾನು ಸುವಾರ್ತೆಗಳಾಗಿ ഞാൻ ಹೋಗಬೇಕಾ? പ്രാർത്ഥനാ മനുഷ്യനായി ജീവിക്കണോ? ಪ್ರಾರ್ಥನೆ ಮನುಷ್ಯನಾಗಿ ഞാൻ ಬದುಕಬೇಕಾ? ആരാധിക്കാൻ എഴുന്നേൽക്കണോ? ನಾನು ಆರಾಧನೆ ಮಾಡಕ್ಕೆ ഞാൻ ಎದ್ದೇಳಬೇಕಾ? നിനക്ക് വേണ്ടി എന്താകണോ? ನಾನು ನಿನಗೋಸ್ಕರ കഴിഞ്ഞ ദിവസം നമ്മൾ ಏನಾಗಬೇಕು? കേട്ടല്ലോ, ಓದಿದಲ್ಲಿ ನಾವು ಕೇಳಿದ್ವಿ. ഞാൻ ആരെ അയക്കേണ്ടു? ನಾನು ಯಾರನ್ನು ಕಳಿಸಬೇಕು? എനിക്ക് വേണ്ടി പോകും. ಯಾರು ನನಗೋಸ್ಕರ ಹೋಗ್ತಾರೆ? ആരെ ഞാൻ അയക്കേണ്ടു? ಯಾರನ್ನು ನಾನು ಕಳಿಸಬೇಕು? എനിക്ക് വേണ്ടി പോകും ಯಾರು ನನಗೋಸ್ಕರ എന്ന് സ്വർഗ്ഗത്തിൽ ಹೋಗ್ತಾರೆ? പറയുന്നവരുടെ ശബ്ദം ഞാൻ കേട്ടു. ಪರಲೋಕದಿಂದ ಹೇಳುವ നിങ്ങൾ ಶಬ್ದ കേൾക്കുന്നുണ്ടോ? ನೀವು ಕೇಳ್ತಾ ಇದ್ದೀರಾ? എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ನನ್ನ ಕರ್ತನೆಗೋಸ್ಕರ യേശുവിന് ಪ್ರಯತ್ನ ജീവിക്കാൻ ನನ್ನ ಯೇಸುಗೋಸ್ಕರ ಬದುಕೋಕೆ എത്ര പേരുണ്ട്? ಎಷ್ಟು ಜನರಿದ್ದೀರಾ? വേസ്റ്റ് ആക്കി കളഞ്ഞ ജീവിതങ്ങൾ. ವೇಸ್ಟ್ ಆಗ್ಬಿಡ್ತು ನಮ್ಮ ಜೀವನವು. എത്ര പേര് കഥ കേട്ട് കേട്ട് ജീവിച്ചു മരിച്ചു. ಎಷ್ಟು ಜನ ಕಥೆಯನ್ನು ಕೇಳಿ ಕೇಳಿ ಬದುಕಿ ಸತ್ತು ಹೋದ್ರು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. എല്ലാ ആഴ്ചയിലും ಎಲ್ಲ ವಾರದಲ್ಲೂ സ്തോത്രം. അപ്പം വളരുകയാണ്, ഹല്ലേലൂയ. എണ്ണ വളരുകയാണ്, ಈ ರೊಟ್ಟಿ ಹೆಚ್ಚಾಗ್ತದೆ, ಎಣ್ಣೆ സ്തോത്രം. അഞ്ചപ്പം ಹೆಚ್ಚಾಗ್ತದೆ, വർദ്ധിക്കുകയാണ്, 5 ರೊಟ್ಟಿ ಹೆಚ್ಚಾಗ್ತಾ ಇದೆ, ചങ്കടപ്പിളർക്കുകയാണ്, ಕೆಂಪು സമುದ್ರ യോർദാൻ ವಿಭಾಗ പറ്റുകയാണ്. ಯೋರ್ದಾನ್ ഇത് കേട്ട് ಮಾಡುತ್ತದೆ. ചാടിക്കടന്ന് ആരാധിച്ചിട്ട് വീട്ടിൽ പോകുക. ഇതിനെ ಹೇಗೆ ജീവിതത്തിൽ വിളിയാനുള്ള ആശ എന്തെന്ന് അറിയത്തില്ല, ಜೀವನದಲ್ಲಿ ಕರೆಯಲು എന്തിന് വിളിച്ചെന്ന് അറിയത്തില്ല. ಏತಕ್ಕೋಸ್ಕರ ಕರೆದ್ರು ಅಂತ ಕೂಡ ಗೊತ್ತಿಲ್ಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲൂಯ. അയ്യോ, നാണമാകുന്നില്ലേ? ನಾಚಿಕೆ ಆಗ್ತಿಲ್ವಾ? സ്തോത്രം. ಹಲ್ಲೆಲೂಯ. നാണമാകുന്നില്ലേ? ನಾಚಿಕೆ ಆಗ್ತಿಲ್ವಾ? ആമേൻ. അവന്റെ വിളിയാലുള്ള ആശയെന്ന് അറിയാം. ಆತನ ಕರೆಯಿಂದ ಇರುವ ಆಸೆ ಏನಾಗಿದೆ ಅಂತ ತಿಳ್ಕೊಬೇಕು. രണ്ടാമത് ಎರಡನೇದು പറഞ്ഞു വന്ന, നാലാമത് ಹೇಳ್ಬೇಕಂದ್ರೆ ನಾಲ್ಕನೆಯದು സ്തോത്രം, വിശുദ്ധന്മാരിൽ അവനുള്ള അവകാശം. ವಿಶುದ್ಧರಿರುವ ಆತನಿಗಿರುವ ಅವಕಾಶವು. അപ്പൊ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ಮೊದಲನೇದಾಗಿ ಏನ್ ನಾವು ಕಲ್ತಿದ್ದು? ഇൻ ക്രൈസ്റ്റിൽ നമുക്കുള്ള ഹെറിറ്റേജ്, ಕರ್ತನಲ್ಲಿರುವ ನಮಗಿರುವ ಪಾಲು അല്ലേ? ഹല്ലേലൂയ. നമുക്കുള്ള അവകാശം. നമുക്ക് സന്തോഷമായി, യേശു നമുക്ക് അവകാശം പ്രാപിച്ചു. ಯೇಸುವಲ್ಲಿ ನಾವು ಅವಕಾಶವನ್ನು പൗലോസ് ಹೊಂದಿದ್ದೇವೆ. ഇപ്പം പ്രാർത്ഥിക്കുന്നത് എന്തുവാ? ಪೌಲನು ಇವಾಗ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರೋದು ಏನಾಗಿದೆ? കർത്താവിന് എന്റെ മേലുള്ള അവകാശം എന്താണെന്ന് എനിക്കറിയണം. ಕರ್ತನಿಗೆ ನನ್ನ ಮೇಲಿರುವ ಅವಕಾಶ ಏನು ಅಂತ ನಾನು ತಿಳಿಬೇಕು. എന്റെ മേലൊരു അവകാശമില്ല കർത്താവേ, ನನ್ನ ಮೇಲೆ ಯಾವುದೇ ಒಂದು എനിക്ക് ಅವಕಾಶ അവിടെ ഭയങ്കര അവകാശമാണ്. ನನಗೆ ಆ ಕಡೆಗೆ ಭಯಂಕರ ಅವಕಾಶ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നോണം. ನನಗೆ ಬೇಕಾಗಿರೋದೆಲ್ಲ ಕೊಡಬೇಕು. യാക്കോബ് പറയുന്ന പോലെയാ, ಯಾಕೋಬ್ ಹೇಳುವಂತೆ ഞാൻ പോകുന്നിടത്തെല്ലാം വന്നോണം. ನಾನು ಹೋಗೋ ಕಡೆಗೆಲ್ಲ ಬರಬೇಕು. ആമേ. എനിക്ക് ഉണ്ണാൻ തരണം, ನನಗೆ ತಿನ್ನೋಕೆ ഉടുക്കാൻ ಕೊಡಬೇಕು, തരണം, ಹಾಕೋಕೆ ಕೊಡಬೇಕು, ക്ഷേമത്തോടെ കൊണ്ടുവരണം. ಕ್ಷೇಮದಲ್ಲಿ ನಡೆಸಬೇಕು. അങ്ങോട്ട് ഭയങ്കര അവകാശമാണ്. ಆ ಕಡೆಗೆ ಭಯಂಕರ ಅವಕಾಶ. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഇങ്ങോട്ടുള്ളതോ, ಈ ಕಡೆಗಿರುವುದು നിന്നെ വിളിച്ചത്, ನನ್ನನ್ನು ಕರೆದಿದ್ದು, നിനക്ക് വേണ്ടി രക്തം തന്നത്, ನಿನಗೋಸ್ಕರ ರಕ್ತ ಕೊಟ್ಟಿದ್ದು, നിനക്ക് വേണ്ടി ചെലവഴിച്ച പ്രാണൻ, ನಿನಗೋಸ್ಕರ ಖರ್ಚು ಮಾಡಿರುವ ಪ್ರಾಣವು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ആമേൻ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ഈ മറ്റു കാര്യങ്ങൾ, ಮತ್ತೆ ನಾವು ಹೇಳಿರುವ ಬೇರೆ ವಿಷಯಗಳು, ഇതിന്റെയൊക്കെ പിന്നെ ദൈവം പറയാണ്, ಇದೆಲ್ಲ ಹಿಂದೆ ದೇವರು ಹೇಳ್ತಿದ್ದಾರೆ, ദൈവത്തിന്റെ പൈതലേ, ದೇವರ ಮಕ್ಕಳೇ, എനിക്ക് നിന്റെ ജീവിതത്തിൽ ನನಗೆ ನಿನ್ನ ಜೀವನದಲ್ಲಿ ഒരു അവകാശമുണ്ട്. ಒಂದು ಅವಕಾಶವಿದೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. നീ എന്റേതാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് പറയാൻ പറ്റുമോ? ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. നീ എന്റേതാണ്, ನೀನು ನನ್ನದಾಗಿದ್ದೀಯ, നീ എനിക്കുള്ളവനാണ്. ನೀನು ನನಗಿರುವನಾಗಿದ್ದೀಯ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ಕರ್ತನೇ, ಆ ಶಬ್ದವನ್ನು ಕೇಳೋಕೋಸ್ಕರವಾಗಿ ഹല്ലേലൂയ. നീ എന്റേതാണ്, ನೀ നീ ನನ್ನದಾಗಿದ್ದೀಯ, എനിക്കുള്ളവൻ തന്നെ. ನೀ ನನಗಿರುವನಾಗಿದ್ದೀಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, പൗലನು ಪ್ರಾರ್ಥನೆ എന്റെ ಮಾಡ್ತಿದ್ದಾನೆ, ദൈവമായ കർത്താവേ, ನನ್ನ ದೇವರಾಗಿರುವ അങ്ങേക്ക് എന്റെ ಕರ್ತನೇ, മേൽ എന്തെല്ലാം അവകാശമുണ്ട്. ನಿನಗೆ ನನ್ನ ಮೇಲೆ ಏನೆಲ್ಲ ഞാൻ ಅವಕಾಶಗಳಿದೆ? എന്തെല്ലാം ഉടുക്കണം, ಹಲ್ಲೆಲೂಯ. ഞാൻ എന്തെല്ലാം കഴിക്കണം, ನಾನು ಏನೆಲ್ಲ ഞാൻ ತಿನ್ನಬೇಕು, എന്ത് ചെയ്യരുത്, ನಾನು ಏನ್ ಮಾಡಬೇಕು, ഞാൻ എന്ത് ചെയ്യണം, ನಾನು ಏನ್ ഞാൻ എവിടെ ಮಾಡಬೇಕು, പോകരുത്, ನಾನು ಎಲ್ಲಿ ഞാൻ ಹೋಗಬೇಕು, എവിടെ പോകണം, ನಾನು ಎಲ್ಲಿ ഞാൻ ಹೋಗಬೇಕು, എന്ത് ചെയ്യണമോ, ನಾನು ಏನ್ ഞാൻ ಮಾಡಬೇಕು, എന്ത് ചെയ്യണമോ, ഞാൻ എവിടെ പോകണമോ, ഞാൻ എಲ್ಲಿ നിന്റെ ಹೋಗಬೇಕು, അവകാശത്തെ വെളിപ്പെടുത്തണമേ. ನಿನ್ನ ಅವಕಾಶವನ್ನು ಪ್ರಕಟ ಮಾಡಿಕೊಳ್ಳು. വിശുദ്ധന്മാരുടെ മേൽ ವಿಶುದ್ಧರ ಮೇಲೆ അവനുള്ള അവകാശത്തെ ಆತನಿಗಿರುವ ഏൽപ്പിച്ചു കൊടുത്ത് ಹಲ್ಲೆಲೂಯ. ആമേ സമർപ്പിക്കുക. ಹಲ್ಲೆಲೂಯ. ഉടമന സമ്പല രഹസ്യാനകടയ പ്രബലകടയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒറ്റ കാര്യം കൂടി ഇവിടെ ഉണ്ട്. ಇನ್ನೊಂದು ವಿಷಯ ಕೂಡ ಇದೆ. അഞ്ചാമത്തെ വിഷയം. 5ನೇ ವಿಷಯ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ, ಆತನಲ್ಲಿ ನಂಬುವವರ ಮೇಲೆ ವ್ಯಾಪರಿಸುವ അളവറ്റ ശക്തിയുടെ ಹೆಚ್ಚಿರುವ ಶಕ್ತಿಯ വലിപ്പം, ಹಲ್ಲೆಲೂಯ, അളവറ്റ ശക്തിയുടെ ಹೆಚ್ಚಿಗೆ ಇರುವ ಶಕ್ತಿಯ വലിപ്പം ಅಳತೆ ഇന്നതെന്ന് ಇದು ಎಂದು നിങ്ങൾ അറിയാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ನೀವು ತಿಳಿಯೋಕೋಸ್ಕರ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀನಿ. കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? ಕರ್ತನಲ್ಲಿ ನೀವು ನಂಬ್ತಿದ್ದೀರಾ? വിശ്വസിക്കുന്നുണ്ടോ? ನೀವು ನಂಬ್ತಾ ಇದ್ದೀರಾ? എങ്കിൽ ಆದರೆ അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ಅಪೊಸ್ತಲನಾಗಿರೋ ಪೌಲನು ഒരു ಹೇಳ್ತಿದ್ದಾನೆ, കാര്യം തിരിച്ചറിയണം. ಒಂದು ವಿಷಯವನ್ನು ನೀವು ತಿಳ್ಕೊಬೇಕು. സ്തോത്രം. ഒരു കാര്യം തിരിച്ചറിയണം. ಒಂದು ഞാൻ ವಿಷಯ, ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാല. ನಾನು ಹಗಲೇ ವೇಳೆಯಲ್ಲಿ ನಿಂತಿರೋ ದೇವರ ಕೃಪೆಯಿಂದಾಗಿದೆ. കാരണം സൂസൻ അറിയാം, രാത്രി മുഴുവൻ ഞാന് ചുമയായിരുന്നു. ರಾತ್ರಿ ಪೂರ್ತಿ ನನಗೆ ಕೆಮ್ಮಾಗಿತ್ತು. Praise the Lord. ಹಲ್ಲೆಲೂಯ. ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ചേർ ഉറങ്ങി. ನಿದ್ದೆ ಮಾಡೋದಂತ ಕೇಳಿದ್ರೆ ಸ್ವಲ್ಪ ನಿದ್ದೆ ಮಾಡಿದೆ. ആമേൻ. അത് തിരിഞ്ഞും പറഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ എഴുന്നേറ്റ് വന്നിരിക്കുക. ನಾನು ಇಲ್ಲಿ ಎದ್ದು ಬಂದು ನಿಂತಿದ್ದೀನಿ. കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണ്. ಗಂಟ್ಲು ಪೂರ್ತಿ ഒരു സ്വരം കംപ്ലീറ്റ് അടഞ്ഞിരിക്കുക. ಸೌಂಡ್ ಪೂರ್ತಿ ಮುಚ್ಚಿ ಹೋಗ್ಬಿಟ್ಟಿತ್ತು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. എങ്കിലും എനിക്കറിയാം, ಆದ್ರೂ ನನಗೆ ಗೊತ್ತು, ഞാൻ ഇവിടെ കേറി നിന്നാൽ ನಾನು ಇಲ್ಲಿ ಹತ್ತಿ ನಿಂತರೆ ആ കൃപ പ്രവർത്തിക്കാൻ തുടങ്ങും. ಆ ಕೃಪೆ ಕ್ರಿಯೆ ಮಾಡುತ್ತೆ അത് ಅನ್ನೋದು എന്നോടുള്ള വാഗ്ദാനമാണ്. ಅದು ನನ್ನಲ್ಲಿರೋ ವಾಗ್ದಾನವಾಗಿದೆ. അത് എന്നോട് കർത്താവ് നേരിട്ട് പറഞ്ഞതാണ്. ಅದು ನನ್ನ ಹತ್ರ ದೇವರು ನೇರವಾಗಿ ಹೇಳಿರೋ ವಿಷಯವಾಗಿದೆ. ഹല്ലേലൂയ. 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 ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ കൊട്ടിക്കര സഭയില് ನಾನು ಹೋದ ವಾರ ಗೊಟ್ಟಿಗೆರೆ ಸಭೆಯಲ್ಲಿ ಹೇಳಿದೆ, പ്രസംഗിച്ചിട്ട് ನಾನು ಮೊದಲನೇದಾಗಿ ಪ್ರಸಂಗ ಮಾಡಿ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ರಾತ್ರಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳುವಾಗ ദൈവം എന്നോട് പറഞ്ഞു, ದೇವರು ನನ್ನ ಹತ್ರ ಹೇಳಿದ್ರು, ഇത് നിനക്ക് എന്റെ കൃപയാൽ ലഭിച്ച ദാനമാണ്. ಇದು ನನ್ನ ಕೃಪೆಯಿಂದ ನಿನಗೆ ಸಿಕ್ಕಿರುವ ದಾನವಾಗಿದೆ. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും, ಯಾವುದೇ ಸಮಸ್ಯೆಯಲ್ಲೂ, ആമേൻ, ആശാരി ഉപദേശയുടെ ഭാഷയിൽ പറഞ്ഞ കഴുത്ത് കണ്ടിച്ചിട്ടാലും ಕತ್ತು ಕಡ್ದು ಹಾಕಿದ್ರು ಕೂಡ ആമേൻ പ്രസംഗിക്കാനുള്ള ധൈര്യമാണ്. ಪ್ರಸಂಗ ಮಾಡಕ್ಕಿರುವ ಧೈರ್ಯವಾಗಿದೆ. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. കാരണം അത് കൃപയാണ്. ಅದು ದೇವರ ಕೃಪೆಯಾಗಿದೆ. ഹല്ലേലൂയ. 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 പൗലോസ് അവസാനമായി പറയുകയാണ്, ಪೌಲನು ಕೊನೆಯದಾಗಿ വിശ്വസിക്കുന്ന ഓരോ ദൈവവൈതലും ನಂಬುವ ಒಬ್ಬೊಬ್ಬ ದೇವರ നിങ്ങളുടെ ಮಕ್ಕಳು അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ನಿಮ್ಮ ಒಳಗಡೆ ವ್ಯಾಪರಿಸ್ತಾ ಇರುವ അത്യന്തമായ ಅತ್ಯಂತವಾದ പരിശുദ്ധാത്മ ശക്തിയുടെ ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯ ആളവറ്റ വലിപ്പത്തെ ಅಳತೆಯನ್ನು തിരിച്ചറിയുവാൻ, അത് ತಿಳ್ಕೊಳ್ಳೋಕೋಸ್ಕರ, മനസ്സിലാക്കുമ്പോഴാണ്, ಅದು ತಿಳಿಯೋಕೆ, അത് അറിയുമ്പോഴാണ് ആ വ്യക്തി പ്രയോജനപ്പെടുന്നത്. ವ್ಯಕ್ತಿ ಪ್ರಯೋಜನ ആ ಪಡುವನು. ശക്തി തിരിച്ചറിയുവാൻ ಆ ಶಕ್ತಿಯನ್ನು ഞാൻ ತಿಳ್ಕೊಳ್ಳೋಕೋಸ್ಕರ പ്രാർത്ഥിക്കുകയാണ്. ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೀನಿ. Praise the Lord. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ ആത്മശക്തിക്ക് ಈ ಆತ್ಮಶಕ್ತಿಗೆ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ಹುಡುಗನ ಹುಡುಗಿನ ಅನ್ನೋದು ವ್ಯತ್ಯಾಸವಿಲ್ಲ. പെണ്ണുങ്ങൾ കടന്ന് കൈയടിക്കും, ചാടും, കൂവും, ഭർത്താവ് ആമേൻ ആരാധിക്കും, സുരക്ഷ പറയാം. ആണുങ്ങൾ വന്ന് ഇതാ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സ്തോത്രം, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ മുമ്പേ വന്ന് അങ്ങനെ അങ്ങോട്ട് ചാരി കടന്നിട്ട് പോകും. ആത്മീകമായി എത്ര പാപ്പരുത്തും. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ട്. ಏನಾದ್ರೂ ಇದೆಯಾ? Praise the Lord. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുന്നു? ಏನಾದ್ರೂ ವಿಷಯ ಮಾಡೋಕಾಗ್ತಿದೆಯಾ? കാരണം എന്നറിയാമോ? ಇಲ್ಲ. ಕಾರಣವೇನು? അകത്തെ മനുഷ്യന്റെ ശോഷണാവസ്ഥ, ಒಳಗಡೆ ಇರುವ ಮನುಷ್ಯನ ಶೋಷಣ ಅವಸ್ಥೆಯು, Praise the Lord. ഹല്ലേലൂയ, ആമേൻ, ചാവാറായ ശേഷിപ്പുകളെ നമ്മൾ ജീവിപ്പിക്കണം. ಸಾಯಕ್ಕೆ ಹೋಗ್ತಿರೋ ಶೇಷಿಪುಗಳನ್ನ ಬದುಕಿಸೋದು. എന്റെ സമയം കടന്നു പോയി. ಟೈಮ್ ಮುಂದೆ ಹೋಯಿತು. ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ട ചില കാര്യങ്ങളുണ്ട്. ದೇವರ ಆತ್ಮನ ನನ್ನ ಹತ್ರ ಮಾತನಾಡುವ ಕೆಲವು ವಿಷಯಗಳಿತ್ತು. ഒന്നാമതായിട്ട് ജീവൻ, ಎರಡನೇದಾಗಿ ಜೀವವು, 2 വെളിച്ചം, 2 ಬೆಳಕು, 3 കൃപ, 3 ಕೃಪೆಯು, 4 വചനം, 4 ವಾಕ್ಯವು, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 5 രക്തം, 5 ರಕ್ತವು, 6 ആത്മാവ്. 6 ಆತ್ಮನು. ഇതിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഞാൻ തിന്നത്. ಇದು ಕುರಿತು ಪ್ರಸಂಗ 1 ಮಾಡಬೇಕಾಗಿದೆ. വചനം, 1 ವಾಕ್ಯ, നിത്യതയോളം എത്തിക്കുന്ന ആ പ്രൈസ്. 1 ജീവൻ, 1 ಜೀವವು, സമൃദ്ധിയേറിയ ജീവൻ, ಸಮೃದ್ಧಿಯಾಗಿರುವ അത് ಜೀವವು, നിത്യജീവനാക്കി മാറ്റുന്നത്. ಅದು ನಿತ್ಯ ಜೀವವಾಗಿ 2 വെളിച്ചം, ಎರಡನೇದು ಬೆಳಕು, എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുന്നത്, ಎದ್ದು ഇരുട്ടിനെ ಪ್ರಕಾಶಿಸುವುದು, വെളിച്ചമാക്കുന്നത്, ಕತ್ತಲೆಯನ್ನು ಬೆಳಕು നിത്യ ಮಾಡುವುದು, തേജസ്സിലേക്ക് നടത്തുന്നത്, ನಿತ್ಯ ತೇಜಸ್ಸಿಗೆ 3 ಬರುವುದು, രക്തം, 3 ರಕ್ತವು, ശുദ്ധീകരിക്കുന്നത്, ಶುದ್ಧೀಕರಿಸುವುದು, വിശുദ്ധമാക്കുന്നത്, ವಿಶುದ್ಧ ಮಾಡುವುದು, 4 വചനം, 4 ವಾಕ್ಯವು, വീണ്ടും ജനിപ്പിക്കുന്നത്, ಮತ್ತೆ ಹುಟ್ಟಿಸುವುದು, വളരുമാറാക്കുന്നത്, ಮಾಡುವುದು, നിത്യതയോളം എത്തിക്കുന്നത്. ನಿತ್ಯದವರೆಗೂ ദൈവത്തിന്റെ ನಡೆಸುವುದು. ആത്മാവ് പറയുകയാണ്, ದೇವರ ಆತ್ಮ ആത്മീകമായി അറിയുക. ಆತ್ಮಿಕವಾಗಿ ತಿಳ್ಕೊಬೇಕು. ഹല്ലേലൂയ. പ്രഭാതിയാൽ ഹല്ലേലൂയ. കടത്തെ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ಸ್ತೋತ್ರವನ್ನು ಹೇಳಿ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തേ. ಸ್ತೋತ್ರವನ್ನು ಹೇಳಿ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തേ. ಸ್ತೋತ್ರವನ್ನು ಹೇಳಿ. ഹല്ലേലൂയ. 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 ഉറബല ശബല ഘടക ജലഘടയ പ്രബല അസ്തമാന ഘടയ പ്രബലെ ശബല ഘടയ ഹല്ലേലൂയ. അന്ധുര ജ്വാലക
വായകൾ തുറന്ന് സ്വോത്രം പറ brother. വായകളെ തുറന്ന് വായടച്ച് സ്വോത്രമെന്ന് സ്വോത്രം. ಹೇಳಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായകൾ പറഞ്ഞ് സ്വോത്രം പറഞ്ഞേ. വായകളെ തുറന്ന് സ്വോത്രമെന്ന് ഹല്ലേലൂയ. ಹೇಳಿ. ദൈവത്തിന് മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. 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 ഈ ബാല ഭാര ഭാര ഭൗഷാരകടയ പ്രബലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വോത്രം പറഞ്ഞ് ഏറ്റെടുത്തേ. ಸ್ತೋತ್ರವನ್ನು ಹೇಳಿ ഹല്ലേലൂയ. ಸ್ವೀಕರಿಸಿ. ഹല്ലേലൂയ. ഈ ബാല ഭാര ഭാര ഭൗഷാരകടത്തേ. ഹല്ലേലൂയ. അന്ധുരാജക സ്ഥിരകടയ പ്രബലേ. അസ്തമാനകടയ പ്രബലകടയ. ഹല്ലേലൂയ. ഉടമന സമ്പലരകസ്യാരകടയ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പൗലോസ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ಪೌಲೋಸ್ ಮುಳಂಗಾರನ್ನು ಊರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. ജ്ഞാനത്തിന്റെയും ಜ್ಞಾನದ വെളിപ്പാടിന്റെയും ಪ್ರಕಟಣೆಯ ആത്മാവ്. ಆತ್ಮನನ್ನು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. വിളിയുടെ ആശയും ಕರೆಯ ಆಸೆಯು വിശുദ്ധന്മാരിലുള്ള ವಿಶುದ್ಧರಲ್ಲಿರುವ ദൈവത്തിന്റെ അവകാശവും. ದೇವರ ಅವಕಾಶವು ആമേൻ. നമ്മളിൽ ഉള്ളിൽ വ്യാപരിക്കുന്ന ನಮ್ಮ ಒಳಗಡೆ ವ್ಯಾಪರಿಸ್ತಾ ಇರುವ അത്യന്തമായ ಅತ್ಯಂತವಾಗಿರುವ ആത്മശക്തിയുടെ ಆತ್ಮಶಕ್ತಿಯ അളവറ്റ വലിപ്പവും ಅಳತೆಯ ದೊಡ್ಡತನವು അളവറ്റ വലിപ്പവും ಅಳತೆಯ ದೊಡ್ಡತನವು ഈ ജീവൻ ಈ ಜೀವವು ഈ ജീവൻ ಈ ಜೀವ നമ്മുടെ ശരീരത്തെയും ನಮ್ಮ ಶರೀರವನ್ನು ആത്മാവിനെയും ಆತ್ಮನನ್ನು ഒരുമിച്ച് കൺട്രോൾ ചെയ്തിട്ട് ಒಟ್ಟಿಗೆ ಕಂಟ್ರೋಲ್ ആ ಮಾಡಿ ജീവൻ ಆ സമർത്ഥമായിട്ട് ಜೀವ ಸಮರ್ಥವಾಗಿ സകല ബന്ധനവും പൊട്ടിച്ചു ಎಲ್ಲ കളഞ്ഞ ಬಂಧನವನ್ನು ಕಿತ್ತು സകല ಹಾಕಿ കെട്ടുകളെ പൊട്ടിച്ചിട്ട് ಎಲ್ಲ ಕಟ್ಟುಗಳನ್ನು ಕಿತ್ತು സാത്താൻ ಹಾಕಿ കെട്ടിയ കെട്ടുകള് ಸಾತಾನ್ ಕಟ್ಟಿರುವ അന്ധകാരം കെട്ടിയ കെട്ടുകള് ಅಂಧಕಾರ ಕಟ್ಟಿರುವ ഇരുളുകൾ ಕಟ್ಟು, ബന്ധിച്ച ബന്ധനങ്ങള് ಈ ಬಂಧಿಸುವ അവയുടെ മേൽ ಬಂಧನಗಳು, ജയമെടുത്തിട്ട് ಅದರ ಮೇಲೆ ഈ ಜಯ ജീവനാൽ ಹೊಂದಿ, നിറയപ്പെടുവാൻ ಈ ಜೀವವಾಗಿ സഭ ഈ ജീവനാൽ നിറയപ്പെടുവാൻ ಸಭೆ ಈ ಜೀವನದ ഈ ജീവനാൽ നിറയപ്പെടുവാൻ ജീവനದ ತುಂಬ സഭയുടെ ബലഹീനതകൾ മാറാൻ ഹല്ലേലൂയ. സഭയുടെ രോഗങ്ങൾ മാറാൻ ഹല്ലേലൂയ. സഭയുടെ അശുദ്ധി മാറാൻ ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. നിന്റെ ജീവനാൽ സഭ ബലപ്പെടുവാൻ ಹಲ್ಲೆಲೂಯಾ. ജീവനാൽ ബലപ്പെടുവാൻ ജീവനിൽ സ്തോത്രം ബലപ്പെടുവാൻ പറഞ്ഞേറ്റെടുത്തേ. സ്തോത്രವನ್ನು ಹೇಳಿ ശക്തമായ ಸ್ವೀಕರಿಸಿ. സ്തോത്രം ഉയരട്ടെ. ಶಕ್ತವಾಗಿ ಸ್ತೋತ್ರವನ್ನು ശക്തമായ ಹೇಳಿ സ്തുതി ಸ್ವೀಕರಿಸಿ. ഉയരട്ടെ. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം പറഞ്ഞേറ്റെടുത്തേ. ಸ್ತೋತ್ರವನ್ನು ಹೇಳಿ ഉറവല ಸ್ವೀಕರಿಸಿ. ശബലകടക ജലകടയ ಹಲ್ಲೆಲೂಯಾ. അൽബ്രഹോറിയൽ കടത്തെ ಹಲ್ಲೆಲೂಯಾ. റീബൽ ഖനാസിയാരകടയ പ്രബലകടയ ಹಲ್ಲೆಲೂಯಾ. അൽഖന റുഖോനിയാൽ ഹല്ലേലൂയ. അതുര ജഗന റിബല പൗഡ രഗന റിബല കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ ശത്രു വിട്ടപ്പെടലേ. കെട്ടിയ കെട്ടുകൾ വായികൾ ജീവനാൽ കെട്ടുകൾ. പൊട്ടട്ടെ. ഹല്ലേലൂയ. 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 അഭിഷേകത്താൽ പൊട്ടട്ടെ. അഭിഷേകത്താൽ ആത്മശക്തിയാൽ പൊട്ടട്ടെ. ആത്മശക്തിയാൽ ശത്രു കെട്ടിയതെല്ലാം അഴിയ വൈരികളെല്ലാം ബിച്ചിട്ടാ ഇട്ട്. അഴിയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാതാള ശക്തികളെ ഹല്ലേലൂയ. അഴിഞ്ഞു പോ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയ അഴിയ. ഹല്ലേലൂയ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ. റാബാലവാരവാല ബൗഡരാജകാര ഭൂഷാരകടയം. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.